മറ്റു പല ഇടങ്ങളിലെ സണ്ടകളെ മാറ്റ വേണ്ടുമേ. സ്തോത്രം 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 സ്തോത്രം. ബില്ലിശൂന്യ കെട്ടുകൾ, മന്ത്രവാദ കെട്ടുകൾ എല്ലാവറ്റിലിരുന്ന് വിടുതലെ താരം, വിടുതലെ താരം. സഭയ്ക്കാകെ സ്തോത്രം 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 സ്തോത്രം. വെളിപ്പെടുത്തൽ 12-ാം അധികാരത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ പോലെ ദേവസഭയാനത് വാനത്തിൽ കാണപ്പെടെ. നീരുദവി ചെയ്യ വേണ്ടുമേ. നീതിയെ ധരിച്ചുകൊള്ളെ. കൃപയെ പെറ്റുകൊണ്ട് കൃപയിൽ ജീവിക്ക. പരിശുദ്ധത്തിൽ കാണപ്പെടെ. ജയജീവിയത്തിൽ കാണപ്പെടെ. ഉദവി ചെയ്യുമ്പടിയാകെ സ്തോത്രം 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 സ്തോത്രം. യാവരും മുക്കാറും എല്ലാവർക്കും ഇരിക്കാം. இந்த விஷயங்களுக்காக மறுபடியும் தயவு செய்து உங்களுடைய வீடுகளில் ஜெபியுங்கள். ഈ വിഷയങ്ങൾക്ക് വേണ്ടി തുടർന്ന് നിങ്ങളുടെ ഭവനങ്ങൾ ദയവായി പ്രാർത്ഥിക്കണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ദേശത്തിലെ നിലവരം നിങ്ങൾക്ക് தெரியும். ദേശത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. போன வருடம் 18ஆம் ஆண்டில் மட்டும் பேப்பரில் வந்த ஒரு விஷயம்தான் 1.5 ലക്ഷം ജനങ്ങൾ താൻ തർക്കൊല ചെയ്താர்கள். കഴിഞ്ഞ വർഷം 2018 മാത്രം 1.5 ലക്ഷം പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഗ്രാമത്തിലെ മക്കളല്ല, പഠിച്ചവர்கள், ഗ്രാമവാസികളല്ല, വിദ്യാഭ്യാസമുള്ളവർ. ദേവന് പലവിധ സൂഴ്നിലയിൽ, പലവിധ സാഹചര്യങ്ങളിൽ തർക്കൊല ചെയ്താൽ, ആത്മഹത്യ ചെയ്തു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എത്രയോ എല്ലാം ചൊല്ലാമല്ലേ നിങ്ങൾക്ക് പൊരുളാധാര നെരുക്കടി തെരിയും. ഞാൻ അറിയാതെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ. ജെറ്റ് എയർവേസ് നിന്ന് വിട്ടത്. ജെറ്റ് എയർവേസ് നിന്ന് പോയി 50,000 പേരുടെ വേല പോണത്. 50,000 പേരുടെ ജോലി പോയി. എന്നെ ചെയ്യുവാങ്ക. എന്ത് ചെയ്യും? ദേവനുക്ക് മഹിമ. ദൈവത്തിന് എത്രയോ പെരിയ പെരിയ കമ്പനികൾ മൂടി വരികയും, എത്രയോ വലിയ കമ്പനികളാണ് പൂട്ടിപ്പോകുന്നത്. ചെയ്തവங்க എങ്ക പോവാങ്ക? ജോലി ചെയ്യുന്നവരെവിടെ പോകും? കടം കൊടുത്ത് വീട് വാങ്ങിയിരിക്കലാം, കടമെടുത്ത് വീട് പണിതിരിക്കാം, പിള്ളകളെ പഠിക്ക വെച്ചിരിക്കലാം, കുട്ടികളെ പഠിപ്പിച്ചിരിക്കാം. എങ്ക പോകും? എവിടെ പോകും? വേല കിടക്കുമോ? ജോലി ലഭിക്കുമോ? അതിനാൽ ചിലർ തർക്കൊല ചെയ്യുകയാണ്. അതുകൊണ്ട് ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ചിലറുകൾ ഊരെല്ലാം ചുറ്റിക്കൊണ്ടേ ഇരിക്കാറ്. ചിലരിങ്ങനെ ദേശത്ത് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കും, ചുറ്റിക്കൊണ്ടേ ഇരുന്ന ഒരാളിങ്ങനെ പറയുകയായിരുന്നു, ഒരു നല്ല മനുഷ്യനെ പോലെ തിരിഞ്ഞത് കണ്ടാൽ ഒരു നല്ല മനുഷ്യനെ പോലെ ചുറ്റിട്ടേ ഇരിക്കീങ്ക. ഞാൻ ചോദിച്ചു, എന്താ സഹോദരൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്? പാസ്റ്റർ വേല പോച്ചു പാസ്റ്റർ, ജോലി നഷ്ടമായി, നിമ്മതിയില്ല, സമാധാനമില്ല, എങ്കാവത് ജീവനെ ഒടുക്കലാമെന്ന് നിനച്ച് പോയിട്ട് ഇരിക്കുക. എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്ന് പോരാട്ടത്തിലെല്ലാം ഞാൻ വേല കേൾക്കുക. ഞാൻ പോകുന്നിടത്തൊക്കെ ജോലി ചോദിക്കും. എല്ലാ കമ്പനിയും കയറി ഇറങ്ങി വരികയും, എല്ലാ കമ്പനികളും കയറി ഇറങ്ങുന്നു. എങ്കും വേലയില്ല, എവിടെയും ജോലിയില്ല. അത് ഉണ്മതാണ്, അത് സത്യമാണ്. വേല എവിടെയാണ് ജോലി? നിങ്ങൾക്ക് തെരിയും, നിങ്ങൾക്കറിയാം. അപ്പോ ഇവിധமான മക്കൾക്കാക നാം താൻ സ്തോത്രം പണി ദേവസമൂഹത്തിലെ ഏറെടുക്ക വേണ്ടി, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നാം ആണ് സ്തോത്രം ചെയ്ത് ദേവൻ താൻ ഏതാവതൊരു വഴി ആഴ്ചപ്പെടുത്ത വേണ്ടും. ദൈവം ഏതെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണം. ദേവൻ വഴി തുറപ്പ, ദൈവം വഴി തുറക്കുന്നു. ആകയാൽ പൊരുളാധാര നെരുക്കടിയിൽ പാടുപെടുകിற മക്കൾക്കാകെ, അതുകൊണ്ട് സാമ്പത്തിക ബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കൾക്ക്, ജനങ്ങൾക്ക്, തീവ്രവാദികളാൽ പോരാടുകിற ദേശത്തുക്കാകെ, തീവ്രവാദികൾ പോരാടുന്ന ദേശങ്ങൾക്ക്, ചീറ്റങ്ങളാൽ, പ്രകൃതിക്ഷോഭങ്ങളാൽ, പാപത്താൽ പാപം പെരുകി വരികയില്ല. ചൊല്ല നേരമില്ല, പാപം വർദ്ധിച്ചു വരുന്നു, പറയാൻ സമയം. നമ്മുടെ ചെയ്തിത്താളിൽ വരുகிறதான ചെയ്തികൾ, ഇതെല്ലാം പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. ചിലതെല്ലാം കട്ട് പണി വെച്ച് ഇവളോ വായിച്ച്, ചിലതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രത്തോളമായി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാലത്തെ നമ്മളെ ചെയ്യக்கூடிയത് സ്തോത്രം പണ്ണല. അതുകൊണ്ട് നമ്മൾ കഴിയുന്ന ദൈവവും പറഞ്ഞു. ചിലർക്ക് ഈ സ്തോത്രത്തിൽ ഒരു വിശ്വാസമില്ല, ചിലർക്ക് ഈ സ്തോത്രത്തിൽ ഒരു വിശ്വാസമില്ല. എല്ലാ സ്തോത്രം, എന്ത് സ്തോത്രം? സ്തോത്രം ചെയ്ത എല്ലാ കിടക്കും. സ്തോത്രം ചെയ്താൽ എന്ത് കിട്ടും? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആണ്ടവർ എന്നെ சொன்னா, കർത്താവ് എന്താണ് പറഞ്ഞത്? முதலாம் தெசலோனிக்கர், നമ്മുടെ പ്രസംഗ വിഷയമല്ല, முதலாம் தெசலோனிக்கர் 5:18, 1 தெசலோனிக்கர் 5:18 എല്ലാവറ്റുക്കും സ്തോത്രം പണ്ണുങ്ങൾ, ഇപ്പടി ചെയ്വതേ ക്രിസ്തുവേശുവുക്കുൾ ഉങ്ങളെ കുറിച്ചുള്ള ദേവസിത്തം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതെല്ലാം നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. നിങ്ങളുടെ വാഴ്ക്കയിൽ ഏതാവതും പ്രശ്നങ്ങൾ വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യാധിയാകട്ടെ, രോഗമാകട്ടെ, കടം തൊല്ലയാകട്ടെ, കടപ്രശ്നമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഭാരപ്പെടാതെ, കവലപ്പെടാതെ, നിങ്ങൾ ആകുലരാകാതെ വിശ്വാസിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, കരങ്ങളെ ഉയർത്തി നല്ല സ്തോത്രം പണ്ണുക. നന്നായി സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്താൽ
தேவன் அப்படியே செய்வார். സ്തോത്രം ചെയ്താൽ ദൈവം അങ്ങനെ തന്നെ ആയിരക്കണക്ക് വിഷയങ്ങൾ சொல்றதுக்குണ്ട്. എനിക്ക് ആയിരക്കണക്കിന് വിഷയങ്ങൾ പറയാനുണ്ട്. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം എല്ലാ പകുതിയിലും എല്ലാ ഭാഗത്തും. அரசாங்கத்தையும் கூட மாற்றலாம். ഗവൺമെന്റിനെ പോലും മാറ്റുവാൻ കഴിയും. நான் പൂന്തമല്ലിയിൽ ഇരിക്കുമ്പോൾ ഞാൻ പൂന്തമല്ലിയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് എംജിആറിന്റെ ആളുകയിൽ എംജിആർ ആണ് ഭരിക്കുന്നത്. അங்கே ഒരു ബസ് ഉണ്ട്, എക്സ്പ്രസ് ബസ്. അവിടെ ഒരു എക്സ്പ്രസ് ബസ് ഉണ്ട്. കാലത്തിന്റെ ബസിന്റെ പേര് TTC, തിരുവള്ളുവർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, TTC சொல்லுவாங்க. TTC എന്നാണ് അന്നത്തെ ബസിന്റെ പേര്. அப்போதுதான் அது புதுசாக சொல்லி வெளியே விட்டது. അപ്പോഴാണ് അതിലെല്ലാം TV വെച്ചാണ്. അതിൽ TV വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം പയണം പണ്ണ മുടിയാ. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല ബസ്. അപ്പോ നല്ല ബസ്സാണത്. നല്ല ബസ്, നല്ല ബസ്സാണ്. അല്ല നമ്മൾ പയണം പണ്ണ മുടിയാ. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം TV. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളും പയണം പണ്ണണം, നമുക്ക് യാത്ര ചെയ്യണം, നമ്മളും ടാക്സ് കൊടുക്കണം, നമ്മുടെ ബസ് നമ്മുടെ ബസ്സാണ്. TV ഇതിന്ന് എടുക്കണം. അതുകൊണ്ട് TV ഇതിൽ നിന്ന് എടുക്കണം. സ്തോത്രം பண்ணுங்க. സ്തോത്രം ചെയ്യും. ഫ്രൈഡേ ഇതുക്കാக ഞാൻ സ്തോത്രം பண்ணுவதுണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അതിനുവേണ്ടി സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അടുത്ത വെള്ളിക്കിഴമയ്ക്കുള്ള TV എടുത്താച്ച്. അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ TV. ബസ്സിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ TV ഇല്ല. ഇപ്പൊ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ TV ഇല്ല. എംജിആറിന്റെ മനത ദേവൻ മാറ്റിനാർ. എംജിആറിന്റെ മനസ്സ് ദൈവം മാറ്റി. അതുപോലെ ഗിണ്ടിയിലെ കുതിരപ്പന്തയമുണ്ട്. ഗിണ്ടിയില് കുതിരപ്പന്തയമുണ്ട്. മദ്രാസിൽ ഗിണ്ടി എന്ന് പറയുന്നത് പലർക്കും തെരിയും, നിങ്ങൾക്ക് പലർക്കും അറിയാം. പലരും പോയി പണത്തെ വീണാക്കി ഇരിക്കലാം, പലരും പോയി പണം കളഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വിശ്വാസിയുണ്ട്, വിശ്വാസി, ഒരു നല്ല വിശ്വാസി, നല്ല തങ്കമായ ഒരു വിശ്വാസി. ജോസഫ് എന്ന് പേര്. ജോസഫ് എന്നാണ് പേര്. ദേവനക്ക് മഹിമ. ദൈവത്തിന് അവനക്കൊരു പൈത്യം, തനിക്കൊരു ഭ്രാന്ത്. അവൻ പോർട്ടില് നല്ല വേലയിലിരുന്നവൻ. താൻ പോർട്ടില് നല്ല ജോലിയിലായിരുന്നു. അവൻ അഡ്വാൻസ് പണം, അന്ത പണം ഇന്ത പണം വാങ്ങി இந்த கிண்டியில் கொண்டு போடுவாங்க. താൻ അഡ്വാൻസും മറ്റുമൊക്കെ വാങ്ങി പണമെല്ലാം വാങ്ങി ഗിണ്ടിയിൽ. കുതിര മുതലിൽ വരണം. തന്റെ ഈ കുതിര ആദ്യം വരണം. കടസിൽ അന്ത കുതിര കടസിതം വരും. അവസാനം ആ കുതിര ഏറ്റവും പുറകിലാ വരുന്നത്. പണത്തെ എല്ലാം വീണാക്കി, പണമെല്ലാം നഷ്ടപ്പെടുത്തി നേരെ എങ്കിട്ടം വരും. അവസാനം എന്റെ അടുത്ത് വന്നു, പണമെല്ലാം പോச்சு. പണമെല്ലാം പോയി, വീട്ടിക്ക് പോക മുടിയാതെ. വീട്ടിൽ പോകാൻ പറ്റില്ല. ഇങ്ങ 2 നാൾ തങ്ക പോറ. ഞാൻ ഇവിടെ 2 ദിവസം നിൽക്കാം. ദേവനക്ക് മഹിമ. ദൈവത്തിന്റെ മഹത്വം. ഇപ്പടിയെ ഒന്നല്ല, 2 അല്ല, 3 അല്ല, എത്രയോ മുറ ഇങ്ങനെ 1, 2, 3 അല്ല, അനേക പ്രാവശ്യം സ്തോത്രം വെച്ചോ. ഞാൻ സ്തോത്രം ചെയ്യാൻ സ്തോത്രം പണ്ണുங்க. ഇതിനുവേണ്ടി സ്തോത്രം ചെയ്യാം. വെള്ളിക്കിഴമ സ്തോത്രം വെച്ചോ. വെള്ളിയാഴ്ച സ്തോത്രം. അടുത്ത വെള്ളിക്കിഴമയില് ഗിണ്ടിയിലെ കുതിരപ്പന്തയത്തെ സ്റ്റോപ്പ് പണി വെച്ചു. അടുത്ത വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ഗിണ്ടിയിലെ കുതിരപ്പന്തയം നിർത്തി. ഇപ്പൊ കുതിര അങ്ങയുണ്ട്, ഗ്രൗണ്ട് അങ്ങയുണ്ട്, അന്ന പോറ്റിയില്ല. ഇപ്പോൾ കുതിര എവിടെയുണ്ട്, ഗ്രൗണ്ടും ഉണ്ട്, പക്ഷെ അവിടെ മത്സരമില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇതേപോലെ സ്തോത്രത്തിക്ക് വല്ലമയുണ്ട്. ഇതുപോലെ സ്തോത്രത്തിന് ശക്തിയുണ്ട്. എത്ര പേർ വിശ്വാസിക്രീരുകൾ? എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ പിള്ളകൾ ഇപ്പൊ സ്തോത്രം ചെയ്ത് ഹൈയസ്റ്റ് മാർക്ക് വാങ്ങുறாங்க. നമ്മുടെ കുട്ടികൾ ഇപ്പൊ സ്തോത്രം ചെയ്ത് ഏറ്റവും 1ാമത്തെ മാർക്ക് വാങ്ങുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ബോംബെയിൽ ഇരിക്കുമ്പോൾ, ഞാൻ ബോംബെയിലായിരിക്കുമ്പോൾ 4 ഗേൾസ്, 4 ഏഴപ്പെട്ട മക്കൾ, സാധാരണക്കാർ. 1 വർഷം 2 വർഷം പഠിച്ചാൽ ഒരു വകുപ്പ് താണ്ട മുടിയും. 1, 2 വർഷം പഠിച്ചാൽ ഒരു ക്ലാസ് അവർക്ക് കടക്കുവാൻ കഴിയുള്ളൂ. ഞാൻ சொன்ன നീ ഭയപ്പെടാതെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയപ്പെട. MBBS പഠിக்கிறവൻ 4 വർഷം പഠിച്ചാൽ MBBS ഡിഗ്രി கிடைக்கும். നീ 2 വർഷത്തില് അടുത്ത വകുപ്പൊക്കെ പോറീങ്ങളെ, എவ்வளவு പെരിയ കാര്യം. MBBS പഠിക്കുന്നവർക്ക് 4 വർഷം കൊണ്ടാണ് MBBS കിട്ടുന്നത്. നീ 2 വർഷം എടുത്ത് അടുത്ത ക്ലാസ്സിലേക്കെങ്കിലും കടക്കുന്നല്ലോ, വലിയ കാര്യം തന്നെ. അപ്പൊ ഞാൻ അന്ത പിള്ളകളെ വെച്ച്, അപ്പൊ ഞാൻ ആ കുട്ടികളെ വിളിച്ച് സ്തോത്രങ്ങളെ ചൊല്ലിക്കൊടുത്ത് സ്തോത്രം പഠിക്ക വയ്ക്ക്, വചനം വായിപ്പിച്ചു. 4 പിള്ളകളും 4 കുട്ടികളും. നിങ്ങൾ പോയി കേളുങ്ക, നിങ്ങൾ പോയി ചോദിക്കുക. அவங்க +2 முடிச்சு, +2 കഴിഞ്ഞ്, BCom முடிச்சு, BCom കഴിഞ്ഞ്, MCom முடிச்சு, MCom കഴിഞ്ഞ്, MBA முடிச்சு, MBA ചെയ്ത് ICICയിൽ ഇപ്പൊ ICICയിൽ ഇപ്പോൾ ജോലിയാണ്. 4 പേർക്കും 7 പിള്ളകൾ ദരിദ്രരായ കുട്ടികളാണ്. 60,000 രൂപ 70,000 രൂപ ഇപ്പൊ ശമ്പളം. 60,000 70,000 രൂപ ശമ്പളം. ഒരു ട്യൂഷനുമില്ല. നമ്മുടെ പിള്ളേർക്ക് ട്യൂഷൻ ഇല്ലാവിട്ട് ഒന്നും വരാതെ. നമ്മുടെ കുട്ടികൾക്കാണ് ട്യൂഷൻ ഇല്ലെങ്കിൽ സൺഡേ ക്ലാസ് അനുപ്പുറതില്ല, കൂട്ടങ്ങൾക്ക് അനുപ്പുറതില്ല, സൺഡേ സർവീസ് അനുപ്പുറതില്ല. പിള്ളേങ്ക അത് ട്യൂഷൻ. സൺഡേ സ്കൂളിൽ ട്യൂഷന് പോയിരിക്കുകയാണ്. ഒരു യോഗത്തിന് പിള്ളകളെ പാരുങ്ക. ഈ കുട്ടികളെ നോക്കുക. ഇപ്പൊ ICICI ബാങ്കിൽ വേല, ICICI ബാങ്കിൽ ജോലിയാണ്. രണ്ടാമത്തെ മൂത്ത ഒരു മകൾക്ക് കല്യാണം വന്നത്. മൂത്ത മകൾക്ക് അടുത്തായിട്ട് കല്യാണം വന്നു. ഞാൻ കല്യാണം നടത്തി വയ്க்கிறேன். ഞാനാണ് കല്യാണം നടത്തിയത്. ഞാൻ சொன்னேன், இந்த മണവാട്ടി உங்களுக்கு தெரியுமா? ഞാൻ ചോദിച്ചു, മണവാട്ടി നിങ്ങൾക്ക് അറിയാമോ? മക്ക് പിടിച്ചവൻ, ഒരു ബുദ്ധിയില്ലാത്തതാണ്. മക്ക് പിടിച്ചവൻ. ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞു.
ഇപ്പൊ അവൾ ആരെന്ന് തെരയുമോ? ഇപ്പോൾ ഇവൾ ആരാണെന്നറിയാം. ICICI ബാങ്കിലെ 10,000 രൂപ ശമ്പളം വാങ്ങുന്നവർ. ഇപ്പൊ ICICI ബാങ്കിൽ ഇത്ര 1000 രൂപ ശമ്പളം മേടിക്കും. +2 മുടിച്ച്, +2 കഴിഞ്ഞ് BCom, MCom, MBA. ഒരു ട്യൂഷനുമില്ല. ICICI ബാങ്കിൽ വേല. ICICI ബാങ്കിൽ ജോലി. അവരുടെ അപ്പതാ ഉட்கார்ந்துட்டு இருக்கிறாரு. ഫിലിപ്പോസ്. തന്റെ പിതാവാണ് ഫിലിപ്പോസ് ഇരിക്കുന്നത്. ഫിലിപ്പോസ് എഴുന്നേറ്റ്. താൻ എഴുന്നേറ്റ്. ഇതാ അപ്പ. ഇതാണ് പിതാവ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. എപ്പടി ഇതെല്ലാം കിടച്ചത്? എങ്ങനെയാണ് ഇതെല്ലാം ലഭിച്ചത്? സ്തോത്രത്തിനാൽ. എത്ര പേർ വിശ്വാസിക്രിയകൾ? എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ ചെയ്ത് പാരുങ്ങൾ. നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ആണ്ടവരുടെ വസനം. അത് ദൈവത്തിന്റെ വചനം. ദേവനുക്ക് മഹിമ. ദൈവത്തിന്റെ മഹത്വം. സത്യം എനിക്ക് ചൊല്ലി തന്നത് പാസ്റ്റർ AC അപ്പച്ചൻ. ഈ സത്യം എനിക്ക് പറഞ്ഞു തന്ന പാസ്റ്റർ AC അപ്പച്ചൻ. 1947 ആണ്ടില് 1947 വർഷം ഏറെക്കുറെ 46 47 അപ്പച്ചനൊക്കെ കൊട്ടാരക്കരയിൽ ഇരുന്ന് മദ്രാസുക്ക് ഒരു മാറ്റം. പാസ്റ്റർ AC അപ്പച്ചന് കൊട്ടാരക്കരയിൽ നിന്ന് മദ്രാസിലേക്ക് ട്രാൻസ്ഫർ ആയി. 1935 AC അപ്പച്ചൻ ഊഴിയത്തേക്ക് വന്ന. 1935 AC അപ്പച്ചൻ ശുശ്രൂഷയ്ക്ക് വന്നത്. 35 ആണ്ട് നവംബർ 27 ഊഴിയത്തേക്ക് എടുത്താൽ സിലോണിൽ വെച്ച്. 35 വർഷം നവംബർ 27 സിലോണിൽ വെച്ച് AC അപ്പച്ചൻ അഭിഷേകം പറവില്ല. അപ്പോൾ AC അപ്പച്ചൻ അഭിഷേകം പറയാമല്ലേ ഊഴിയത്തേക്ക് എടുത്താൽ. അഭിഷേകം പ്രാപിക്കാതെ തന്നെ സുവിശേഷ വേലയ്ക്ക് അഭിഷേകവും പറയണോ, 3 വർഷവുമാകണം. അഭിഷേകം പ്രാപിച്ച് 3 വർഷം കഴിയണം. ഇന്ന് നല്ല തെളിവാക പേസണം. നല്ല വ്യക്തമായിട്ട് പേസുവാങ്ക. റിജക്ട്. ഇങ്ങനെ അന്യഭാഷ പറയുന്നവരെയൊക്കെ തള്ളിക്കളയും. അന്യഭാഷ ഭാഷതാ. അന്യഭാഷ ഒരു ഭാഷ. തെളിവാക പേസുങ്ക. വ്യക്തമായിട്ട് സംസാരിക്കണം. ഏതോ പേസിനാ പോതാതെ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ. അതിനാ ചിലർക്ക് ഇളപ്പാറുതലില്ല. അതുകൊണ്ടാണ് ചിലർ അന്യഭാഷ പേസും പോത്. അന്യഭാഷ സംസാരിക്കുതൽ, ആശ്വാസം, ഇളപ്പാറുതൽ, സ്വസ്ഥത, ദേവൻപ്, ദൈവസ്നേഹം, നീതി, സമാധാനം, സന്തോഷം, വിടുതൽ, നുകത്തടിയെ മുറിയടിക്കും. ആവിക്കുറി ജീവിതത്തിൽ വളര മുടിയും. ആത്മീക ജീവിതത്തിൽ വളരാം. 75 ആശീർവാദങ്ങൾ. 75 അനുഗ്രഹങ്ങളുണ്ട്. 75 ആശീർവാദം. 75 உங்களை உற்சாகப்படி കൈത്തട്ടി ആവിയിൽ നിറമ്പുക അന്യഭാഷ പേസുങ്ക എന്ന് சொல்லுகிறோം. അതുകൊണ്ടാണ് ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്. AC അപ്പച്ചൻ 1935 ആണ്ട് നവംബർ 27 സിലോണിലെ ഒരു കൺവെൻഷനിൽ ഊഴിയത്തേക്ക് ദേവൻ വേർപിരിച്ച. 1935 നവംബർ 27 സിലോണിൽ വെച്ചുള്ള ഒരു കൺവെൻഷൻ. 41 ആണ്ടിൽ അവർക്ക് തിരുവല്ലാവുക്ക് മാറ്റം. 41 വർഷം തിരുവല്ലാവിലെ ഒരു പാസ്റ്റർ. അപ്പോൾ തിരുവല്ലയിലെ ഒരു പാസ്റ്റർ, നല്ലൊരു പാസ്റ്റർ നമ്മെ വിട്ട് വിലകിനാർ. നമ്മുടെ വേല വിട്ടുപോയി. പാസ്റ്റർ PM ജോർജ് നമ്മെ വിട്ട് വിലകിനാർ. നമ്മെ വിട്ടുപോയി. അന്തടത്ത് AC അപ്പച്ചൻ വന്ന. അവിടേക്ക് മിகவும் കഷ്ടം. വളരെ കഷ്ടം. എപ്പോഴോ அந்த വേലയെ കട്ടി എളുപ്പിനാർ. എങ്ങനെയെങ്കിലും ആ വേല അതിന് പിറകെ കൊട്ടാരക്കരയ്ക്ക് മാറ്റം. അതിനുശേഷം കൊട്ടാരക്കരയ്ക്ക് മാറ്റം. കൊട്ടാരക്കര വേലയും എളുപ്പിനാർ. കൊട്ടാരക്കര വേലയും. അതിന് പിറകെ ചെന്നൈക്ക് മാറ്റം. അതിനുശേഷം ചെന്നൈക്ക് മാറ്റം. ചെന്നൈയിൽ ഒരു പാസ്റ്റർ നമ്മെ വിട്ട് വിലകിനാർ. ചെന്നൈയിലും ഒരു പാസ്റ്റർ നമ്മെ വിട്ടു പോയതാണ്. ദൈവത്തിന് മഹത്വം. പാസ്റ്റർ സുന്ദരം അങ്കയും വലിയ പ്രശ്നം. അവിടെയും വലിയ പ്രശ്നമായി. ആ നാളുകളിൽ അവർക്കൊരു കാർ കിടച്ചത്. തനിക്കൊരു കാർ ലഭിച്ചു. മോറിസ് മൈനർ ആ കാർ എടുത്ത് നമ്മുടെ ഒരു വിശ്വാസി സഹോദരനും ഒരു ഡ്രൈവറും റായ്പുരത്തേക്ക് ചുമ്മാ ഓട്ടത്തിക്കാക കൊണ്ടുപോകുന്നാർ. റായ്പുരത്തേക്ക് വെറുതെ ഓടിച്ചു നോക്കാൻ കൊണ്ടുപോയി. ഒരു മാട്ടുവണ്ടിയിൽ പോയി ഇടിച്ചു. കാളവണ്ടി പോയി ഇടിച്ചു. മാട്ടുവണ്ടിക്കാരൻ കീഴെ വീഴുന്നു. കാളവണ്ടിക്കാരൻ താഴെ പോയി. നമ്മുടെ വണ്ടിയുടെ വീൽ അവന്റെ തലയിൽ മോദിനത്. നമ്മുടെ കാറിന്റെ വീല് ചെന്ന് അവന്റെ മണ്ട ഉടഞ്ഞത്. തല പിളർന്നു. തൂക്കി ആസ്പത്രിയിൽ കൊണ്ടുവന്ന. എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ഇല്ല. നേഴ്സ് சொன்னாங்க ഇത് ഇറந்து പോയിടുവാങ്ക. നേഴ്സ് പറഞ്ഞത് മരിച്ചു പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവര് പോയി. മുഴുവതും കരങ്ങളെ ഉയർത്തി രാത്രി മുഴുവൻ കരങ്ങളെ സ്തോത്രം ചെയ്ത. 10 മണിക്ക് മുഴങ്കാൽ പൊട്ടവർ. 10 മണിക്ക് മുഴങ്കാലിൽ നിന്ന് 4 മണിക്ക് സ്തോത്ര ജപം കേട്ടപ്പോൾ താൻ കണ്ണു തുറന്ന് പാക്കുறார். 4 മണിക്ക് സ്തോത്ര പ്രാർത്ഥന കേട്ടപ്പോഴാണ് താൻ സ്തോത്ര ജപത്തിക്ക് പോയി. സ്തോത്ര പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പോൾ സീനിയർ സിസ്റ്റർ മദ്രാസിലെ സിസ്റ്റർ സൗഭാഗ്യം. മദ്രാസിലെ സീനിയർ സിസ്റ്റർ സൗഭാഗ്യമാണ്. പാസ്റ്റർ AC തോമസ് ഉദവി ഊഴിയർകളെ പാസ്റ്റർ KC വർഗീസ്. അപ്പോൾ അത് ബ്രദർ വർഗീസ് താ. പാസ്റ്റർ AC തോമസിന്റെ കൂട്ടു ശുശ്രൂഷകനാണ് തിരുവല്ല ഊഴിയത്തിനാൽ കടൈത്ത ആത്മാവ് താൻ KC വർഗീസ്. AC അപ്പച്ചന് തിരുവല്ലയിലെ വേല നിമിത്തം ലഭിച്ചതാണ് പാസ്റ്റർ KC വർഗീസ്. CG വർഗീസ്, AG ചാക്കോ, AG തോമസ്, AC കുഞ്ഞമ്മ, ഇതെല്ലാം അവരുടെ ഊഴിയത്തിൽ കടൈത്ത ആത്മാക്കൾ. ഇതെല്ലാം തന്റെ ശുശ്രൂഷയിൽ ലഭിച്ച ആത്മാക്കളാണ്. ഇത് KC വർഗീസ് ഊഴിയത്തേക്ക് വന്ന ഉടനെ ഈ KC വർഗീസ് ശുശ്രൂഷ വരങ്ങളാൽ നിറപ്പിനാർ. വരങ്ങളാൽ നിറഞ്ഞു.
ആനപടിനാൽ ഊഴിയத்துக்கு பெரிய பிரயோஜனம். അതുകൊണ്ട് വേലയ്ക്ക് നല്ല അവരെയും കൂട്ടിക്കൊണ്ട് പോനാർ, തന്നെയും കൂട്ടിക്കൊണ്ടുപോയി. അപ്പോ இந்த ஆக்சிடென்ட் விஷயம் சௌபாகிய மதர்க்கும் பாஸ்டர் കേസി വർഗീസുക്ക് മറ്റും சொன்னாங்க. ഈ അപകടത്തിന്റെ കാര്യം സൗഭാഗ്യ മദറിനോടും അതുപോലെ ചുരുക്കമാ சொல்றேன். ഞാൻ ചുരുക്കി സ്തോത്രത്തിൻ വല്ലമയെ കുറിച്ച് சொல்றேன். സ്തോത്രത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുകയാണ്. யாருக்காவது സ്തോത്രത്തില് എന്ന ഒരു പുച്ഛം ഇരുന്നാൽ മാറ്റിക്കൊള്ളുക. ആർക്കെങ്കിലും സ്തോത്രത്തെ കുറിച്ച് ഒരു പുച്ഛമുണ്ടെങ്കിൽ മാറ്റിക്കൊള്ളുക. ചിലർക്ക് സ്തോത്രം എന്നാ സ്തോത്രം, ചിലർ പറയും എന്ത് സ്തോത്രം. ഊഴിക്കാരും சொல்றாங்க, വേലക്കാരും പറയുന്നുണ്ട് സ്തോത്രം പണ്ടെങ്കിൽ ആമാ സ്തോത്രം. സ്തോത്രം ചെയ്യാൻ പറഞ്ഞ ആ സ്തോത്രം. പിന്നെ സ്തോത്രം അല്ലാതെ തന്നെ സൂത്രമാണ്. സ്തോത്രമല്ല പിന്നെന്താ സ്തോത്രം? എന്താ സ്തോത്രം പറയണം. എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ രുചിച്ചവൻ, ഞാനത് രുചിച്ചറിഞ്ഞതാണ്. അപ്പോ 2 മണിക്ക് മണ്ട ഉടഞ്ഞതാണ്, മണ്ടോട് അപ്പടി കൂടിയാച്ചു. ആ തല പിളർന്ന മനുഷ്യന്റെ തല എഴുന്നേറ്റിരുന്നു. ഉടനെ സിസ്റ്റേഴ്സ് ആസ്പത്രിയിൽ നേഴ്സ് ഭയന്ന്, ആശുപത്രിയിലെ നേഴ്സുമാർ ഭയന്നു. അവർ സത്തം പോടുறாரு, അവർ ഒച്ചയിടും. யாரஎன்ன இங்க கொண்டு வந்தார்? ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇങ്ങ വരണം. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? മാട്ടുവണ്ടി എന്റെ മാടങ്ക, എന്റെ കാളവണ്ടി കാളയൊക്കെ എവിടെ? 2 മണിക്ക് സത്തം പോടുறாரு. രാത്രി 2 മണിക്ക് ഒച്ചയിടുക. இந்த നേഴ്സുമാർ ഭയന്നിട്ടാണ്. ഈ നേഴ്സുമാർ ഭയന്നു പോയി. ഉടനെ പക്കത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആസ്പത്രിയുടെ പോലീസ്, ആശുപത്രിയുടെ അടുത്ത് തന്നെ. ഇൻസ്പെക്ടറുടെ പേഴ്സൺ ഇൻസ്പെക്ടർ ഓടി വന്നാൽ അവര് വന്നു. അപ്പോ സമാധാനപ്പെടുത്തി എന്നാ നടന്നത്? അപ്പൊ ചേട്ടാ മാട്ടുവണ്ടിയിൽ വന്ന് ഞാൻ കാളവണ്ടി വന്നതാണ്. മാട് വരണ്ട് ഇരിക്കലാം, കാള വരേണ്ടതാണെന്ന് തോന്നുന്നു. കീഴെ വിഴുന്നിരിക്കും. ഞാൻ താഴെ പോയി. இந்த மாட்டுவண்டியோட வீல் എന്റെ തലയിൽ മോദി ഇരിക്കണം. ഈ കാളവണ്ടിയുടെ വീല് വന്ന് എന്റെ തലയിൽ കായം വന്നിരിക്കണം. അങ്ങനെ ആണ് ഈ മുറിവ് വന്നതെന്ന് തോന്നുന്നു. കാറ് വന്നൊന്നും ഒന്നുമേ ഇല്ല. കാർ വന്നൊന്നും തനിക്ക് കാലത്തില് 4 കാലയണ ഓട്ടയുള്ള കാലയണ 4 എണ്ണം കൊടുത്താൽ ഒരെണ്ണം. അന്ന് തനിക്ക് 4 കാലണ കൊടുത്തു, അത് ഒരെണ്ണം കൊടുത്തു. കാലണ ഞാൻ ചിന്ന വയസ്സിലെല്ലാം ഇന്ത പറഞ്ഞിൽ പോട്ടെടുത്താൽ നടക്കും. ഒരു കാലണ കടച്ച പോട്ടിട്ട് എല്ലാരും കാട്ടും, പത്തിയാ ഡേയ് പത്തിയാ. എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളെല്ലാം ചെയ്തവങ്കത്താ, നമ്മളെല്ലാരും അങ്ങനെ ചെയ്തതായിരിക്കും. ദേവനക്ക് മഹിമേ, ദൈവത്തിന് 4 കാലണ തനിക്ക് 4 കാലണ ആൾക്ക് കൊടുത്താൽ ഇൻസ്പെക്ടർ തനിക്ക് കൊടുത്തു. വീട്ടിൽ കനപ്പിനാങ്ക, വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ദേവൻ കാലയിലെ രാവിലെ വരുവാൻ പറഞ്ഞു. ഒരു വിശ്വാസിയും ഏസിയപ്പച്ചനും റായ്പുരത്തിൽ നിന്ന് വരുമ്പോത് ഒരു ഏറ്റമുണ്ട്. அந்த ஏற்றத்தில் சைக்கிள் மெதிக்க முடியாமல், ആ കയറ്റത്തിൽ സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല. അവര് നടന്നു താൻ വന്നാര്, നടന്നു വന്നു. அந்த ആസ്പത്രിക്ക് മുന്നാലെ പോലീസ് നിന്നുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർ ആശുപത്രിയുടെ മുമ്പിൽ ഇൻസ്പെക്ടർ നിൽക്കുകയാണ്. കൂപ്പിട്ടാണ്, അങ്ങനെ കൈകാട്ടി വിളിച്ചു. ഏസിയപ്പച്ചന്റെ നല്ല ജീവൻ പോച്ചു. ഏസിയപ്പച്ചന്റെ നല്ല ജീവൻ അപ്പോഴേ പോയി. യോസിച്ച് പാരുങ്ക, ഒന്ന് 47-48 ആണ്ടിൽ നടന്ന സംഭവം. 47-48 45 ആണ്ടിൽ പാസ്റ്റർ പോൾ കർത്തർക്കുൾ നിദ്രയാണ്. 45 വർഷം പാസ്റ്റർ പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പാസ്റ്റർ ആൽവിനുടെ ആളുകയും കാലം, പാസ്റ്റർ ആൽവിന്റെ ഭരണം സിംഹം പോലെ ഇരുപ്പാർ, സിംഹം പോലെ ആയിരുന്നു. ഊഴിത്തെ വിട്ട് പോ വെളിയെന്ന് சொன்னா என்ன ചെയ്യും? വേല വിട്ട് പോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർ ഏസി കുഞ്ഞുമോളുടെ ചിറ്റിക്ക്, അതാവത് ഏസി കുഞ്ഞുമോളുടെ അമ്മാവുക്ക് തങ്കച്ചിക്ക് മാരേജുക്കാக வைத்த പണത്തെ ഊഴിയத்துக்கு കൊടുത്തതാ. ഊഴിയத்துக்கு വന്ന ആന്റിയുടെ വിവാഹത്തിന് വെച്ചിരുന്ന പണം മുഴുവൻ വേലയ്ക്ക് കൊടുത്തിട്ടാണ്. പോകാൻ മുടിയാതെ, അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. അവർക്ക് ഒരേ കലക്കം, തനിക്ക് ഒരേ കലക്കമായി. പാഷാലുവിനൊക്കെ തെരിഞ്ഞ പാഷാലുവിന് അറിഞ്ഞ തുരത്തുവാങ്ങളെ, എന്നെ പറഞ്ഞു വിടുമല്ലോ, എങ്ക പോവൻ, ഞാൻ എവിടെ പോകും? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആൾബലമില്ല, പണബലവുമില്ല, ഒന്നുമില്ല. മദ്രാസിലെ വിശ്വാസികളെല്ലാം ചിതറിപ്പോയി വിട്ടു. മദ്രാസിലെ വിശ്വാസികളെല്ലാം അപ്പോൾ ചിതറിപ്പോയിരുന്നു. അപ്പോ ഇവര് இப்படி கூப்பிட்ட உடனே நல்ல ஜீவன் போய் இனி நடக்க முடியாம தள்ளாடினாரு. വിളിക്കുന്ന കണ്ടപ്പോൾ തന്നെ നല്ല ജീവൻ പോയി നടക്കാൻ പറ്റാതെ ആടുവാൻ തുടങ്ങി. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നിങ്ങളൊന്ന് യോസിച്ച് പാരുங்க, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ 10 പേരെ തട്ടിപ്പെട്ടാലും നമുക്ക് നോ പ്രോബ്ലം. ഇപ്പൊ 10 പേരെ തട്ടി കൊന്നാലും നമുക്ക് നോ പ്രോബ്ലം, നമുക്ക് നോ പ്രോബ്ലം. അന്തേക്ക് ഒരു വിശ്വാസി ഒരാളെ തട്ടിപ്പെട്ടാങ്ക, ആ നാളെ ഒരു വിശ്വാസി ഒരാളെ നോ പ്രോബ്ലം. മരിച്ചാൽ എന്താ, ഒരു കുഴപ്പമില്ല. നമുക്കെല്ലാം ആള് ഇருக்கு, നമുക്കെല്ലാം ആളുണ്ടല്ലോ, പറഞ്ഞാ മതിയല്ലോ. ആ കാലത്തോ ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഏസിയപ്പച്ചന്റെ നിലവാരത്തെ പാർത്ത് ഏസിയപ്പച്ചന്റെ നിലവാരം കണ്ട ഇൻസ്പെക്ടർ சொன்னார். ഈ ഇൻസ്പെക്ടർ പറഞ്ഞു, സത്യമുയർത്തി சொன்னார், ഉറക്കെ പറയാ, ഉങ്ങൾ ദേവൻ പെരിയ ദേവൻ, നിങ്ങളുടെ ദൈവം വലിയ ദൈവം. സത്യമുയർത്തി சொன்னார், ഉറക്കെ പറയുകയാണ്. ഏസിയപ്പച്ചന്റെ കാതിൽ കേൾക്കുന്നതുക്കാக, അത് ഏസിയപ്പച്ചന്റെ കാതിൽ കേൾക്കാൻ ഏസിയപ്പച്ചന് നല്ല ജീവൻ വന്നത്. അപ്പോഴാണ് ഏസിയപ്പച്ചന് നല്ല ജീവൻ വന്നത്.
உங்கள் தேவன் பெரிய தேவன். നിങ്ങളുടെ ദൈവം വലിയ ദൈവം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. என்ன கேட்டா 2 மணிக்கு அவரோட மண்டையோடு அப்படியே கூடியாச்சு. 2 മണിക്ക് തന്റെ തല അങ്ങ് ഒന്നായി அவர் எழும்பினார், താൻ എഴുന്നേറ്റിരുന്നു, பேசினார், സംസാരിച്ചു, போய். ஒரு விஷயம் ഞാൻ ഒരണ കൊടുത്തിരിக்கிறேன், അത് എനിക്ക് തരണം. ഞാൻ ഒരണ കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് തരണം. ഒരണ കൊടുക്കறதுக்கும் ഇല്ല, ഒരണയോ ഒന്നും കൊടുക്കാനില്ല. കൂടെ വന്ന വിശ്വാസി തന്നാൽ ഞാൻ അത് അപ്പുറം തരാം. കൂടെ വന്ന വിശ്വാസം പറഞ്ഞാൽ ഞാൻ പിന്നീട് തരാം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ இந்த விஷயம் அவர் என்கிட்ட சொன்னார். ഈ വിഷയം താൻ എന്നോട് പറഞ്ഞു. ഈ ഊഴിയത്തിലെ എന്ന പ്രശ്നങ്ങൾ വന്നാലും, എന്റെ ശുശ്രൂഷയിലും എന്ത് പോരാട്ടങ്ങൾ വന്നാലും സ്തോത്രം பண்ணுங்க, സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. അന്നാളിലിരുന്ന് ഇന്നാൾ വരയ്ക്ക് ഞാൻ ചെയ്തിട്ട് വരാം. ആ നാളെ മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എത്രയോ കാര്യങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. സ്തോത്രം பண்ணுங்க, നിങ്ങൾ സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ പിള്ളകൾക്ക് സ്തോത്രം பண்ணி കൊടുங்க, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം ചെയ്യിക്കണം. പഠിക്കുന്ന പിള്ളകൾക്ക്, പഠിക്കുന്ന വ്യാധി പിള്ളകൾക്ക്, രോഗികൾക്ക്, ഇനി ഫീസ് കൊടുക്കുന്നത്, അവർക്ക് ഫീസ് കൊടുക്കുക, വിവാഹത്തിന് വളർന്ന പിറക്കവില്ല, മക്കൾ ജനിക്കുന്നില്ലേ, ഇനി ഏതാനും പ്രശ്നം ഇരിക്കാം, മറ്റെന്തെങ്കിലും പ്രശ്നം, മനവിക്കിടയില് സണ്ട ഇരിക്കാം, ഭാര്യഭർത്താക്കന്മാരുടെ ഡൈവേഴ്സിക്ക് പോകാമ നേരെ കരങ്ങളെ ഉയർത്തി സ്തോത്രം பண்ணுங்க, ഡിവോഴ്സിന് പോകാൻ നേരെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. അത് ആണ്ടവർ சொன்னார். അതാണ് ദൈവം പറഞ്ഞത്. യഹോശഫാത്ത് എന്ന രാജാവുക്ക് വന്ന വേളയിൽ യുദ്ധം വന്നപ്പോൾ യേശയ്യപ്പച്ചൻ പറഞ്ഞ വിഷയം എന്താ? യേശയ്യപ്പച്ചൻ പറഞ്ഞ കാര്യം 2 നാളാകമം 20-ാം അധികാരം മുതൽ 24 വചനം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 24 വാക്യങ്ങൾ. യഹോശഫാത്ത് രാജാവ്, അമോന്യർ, സെയീർ കുടികൾ, മോവാബ്യർ യുദ്ധത്തിന് വന്നു. അപ്പൊ രാജാ കേട്ടാർ. അപ്പോൾ രാജാവ് എന്നെ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണമോ ഇല്ല ഏതാവത് ചെയ്യ വേണ്ടുമോ? യുദ്ധം ചെയ്യണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യണമോ? അത് നല്ല രാജ, തന്റെ നല്ല രാജ. പോലെ നടത്തിപ്പ് കേൾക്കുന്ന രാജ, ദാവീദിനെ പോലെ നടത്തിപ്പ് ചോദിക്കുന്ന രാജ, ദാവീദെ പോലെ ദേവസിത്തം ചെയ്യുന്ന രാജ, ദാവീദിനെ പോലെ ദൈവേഷ്ടം ചെയ്യുന്ന രാജ, ദാവീദെ പോലെ ദേവനുക്ക് ഭയപ്പെടുന്ന രാജ, ദാവീദിനെ പോലെ ദൈവത്തെ ഭയപ്പെടുന്ന രാജാവ്, നീതിമാനാകിയ രാജ, നീതിമാനായ രാജാവ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കർത്താവ് പറഞ്ഞു, ഈട്ടി ഒന്നും എടുക്ക വേണ്ട, എന്റെ കുന്തമൊന്നും എടുക്കണം, കൊഹാത്യരെ കൂപ്പിടുക, നീ ലേവിരെ വിളിക്കുക. നല്ല ശബ്ദം ഉയർത്തി, അവർ നല്ല ശബ്ദമുയർത്തി, കർത്തർ നല്ലവർ, അവർ കിരുബ എന്തുമുള്ളത് എന്ന് ആർപ്പരിയുങ്ങൾ, യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആർപ്പിടുക. അതേ അധികാരം 19-ാം വചനത്തിൽ ഇരുന്ന് വാസിக்கிறோம். അത് അധ്യായത്തിന്റെ 19-ാം വാക്യം തൊട്ട് വായിക്കും. അപ്പടി അവർ ചെയ്താർ. അങ്ങനെ അവർ ചെയ്തു. ജനങ്ങളെ കൂപ്പിട്ട്, ജനങ്ങളൊക്കെ വിളിച്ചു, യുദ്ധത്തിന് പോവേണ്ട, യുദ്ധത്തിന് പോവേണ്ട, വാങ്ങ, എല്ലാവരും ഇവിടെ വരിക, വനാന്തരத்துக்கு വാങ്ങ, ഈ മരുഭൂമിയിലേക്ക് വരിക. ശബ്ദമുയർത്തി, കർത്തർ നല്ലവർ, അവർ കിരുബ എന്തുമുള്ളത് എന്ന് ആർപ്പരിക്ക சொன்னார். ദൈവം നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആർപ്പരിക്കുമ്പോൾ, അങ്ങനെ ആർപ്പിടുമ്പോൾ ശത്രുക്കൾ മധ്യയിൽ പെരിയ കലക്കമുണ്ടായി. ശത്രുക്കളുടെ ഇടയിൽ ഒരു കലക്കമുണ്ടായി. ആദ്യം സെയീർ കുടികൾക്കും അമോന്യർ മോവാബ്യർക്കും ഇടയിൽ ഒരു കലക്കം. ആദ്യം മോവാബിരും അമോന്യരും സെയീർ പർവ്വത നിവാസികളും തമ്മിൽ ഒരു കലക്കം. കൊല ചെയ്തു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. അമോന്യർക്കും മോവാബ്യർക്കും സണ്ട. അതിനുശേഷം അമോന്യരും മോവാബിരും അവരും വാസിக்கிறோம். അവിടെ വായിക്കുന്നത്, എല്ലാവരും മുറിയടിക്കപ്പെട്ടാர்கள், എല്ലാവരും ഛേദിച്ചു, ഒരുവരും തപ്പിക്കവില്ല, ആരും രക്ഷപ്പെട്ടില്ല. സ്തോത്രത്തിന് വല്ലമേ. അതാണ് സ്തോത്രത്തിന്. ഒരു പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട്. സ്തുതി ചെയ്യ തുവങ്ങുമ്പോതെ കർത്തർ യുദ്ധം ചെയ്യ சொல்லுங்க, என்ன சொல்ல மாட்டீங்களே, துவங்குவார். ചിലരുടെ എണ്ണം ഇവർ ഇപ്പടി പോണ എപ്പം കൂട്ടം മുടിപ്പ, ഒന്നും ഭയപ്പെടാതെ 4 മണിക്ക് മുടിച്ചു തറ. ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെ പോയെന്നൊരു യോഗം എപ്പോ അവസാനിക്കും, ഒന്നും വിഷമിക്കേണ്ട, 4 മണിക്ക് നിർത്താം. കഥയെല്ലാം പേസിട്ടേ പോലെ എപ്പം മുടിപ്പാരോ தெரியாது. ഈ കഥയെല്ലാം ഒന്നും ഭയപ്പെടാതെ 4 മണിക്ക് മുടിച്ചു തറ. നിങ്ങളൊന്നും പേടിക്കേണ്ട, 4 മണിക്ക് നിർത്താം. ദേവർക്ക് മഹിമ. ദൈവത്തിന് മുടിപ്പ പെട്ടെന്ന് അവസാനിപ്പിക്കും. കാരണം എനിക്ക് അനേകർ കലങ്കുറാങ്ക, കാരണം ഇന്ന് അനേകർ കലങ്ങുന്നു. ഒരു ചിന്ന മൂക്കിപ്പനി വന്ന ഉടനെ ഓട്ടം ആസ്പത്രിക്ക്. ചെറിയൊരു മൂക്കിപ്പനി വന്നാലും ഉടനെ ആശുപത്രിയിലേക്ക്. അവൻ അങ്ങേയും കുത്തി ഇങ്ങേയും കുത്തി, അങ്ങേയും കട്ട് ചെയ്ത് ഇങ്ങേയും കട്ട് ചെയ്ത് ഇരിക്കുന്ന പണത്തെ എല്ലാം ചുരുടി കുട്ടി ഉന്നെ പിന്നെ പാർസൽ പണി അനുപ്പുറാങ്ക. അവിടെ കുത്തി ഇവിടെയും കുത്തി, അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് ഉള്ള പണം എല്ലാം അടിച്ചു മാറ്റി അവസാനം നിങ്ങളെ പാഴ്സലാക്കി അയക്കുകയാണ്. ദേവനക്ക് മഹിമേ. ദൈവത്തിന്റെ മഹത്വം. നല്ല മരുന്ന്, നല്ല മരുന്നുണ്ട്. എന്നാ മരുന്ന്? എന്താണ് മരുന്ന്? എന്നാ മരുന്ന്? എന്താണ് മരുന്ന്? RPD. എന്നാ RPD? എന്താണ് RPD? എന്നാ RPD? എന്താണ് RPD? Resist the power of devil. പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുക. സ്തോത്രം 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 എന്ന് ചൊല്ലുമ്പോഴേ, സ്തോത്രം 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 എന്ന് പറയുമ്പോൾ പിശാചിന്റെ മണ്ടയിൽ നീ ഗുണ്ട് പോടുക. പിശാചിന്റെ തലയിൽ നിങ്ങളൊരു ബോംബ്. ദേവന്റെ നാമം മഹിമപ്പെടുന്നത്. ദൈവനാമം മഹത്വപ്പെടുന്നു. ഇത് ഗുണ്ട് വീഴുന്നത്, ഈ ബോംബ് വീഴുന്നു, ദേവന്റെ നാമം മഹിമപ്പെടുന്നു. ദൈവനാമം ഉയരുന്നു. അടുത്ത ഗുണ്ട് വീഴുന്നത്, അടുത്ത ബോംബ് വീഴുന്നു. അപ്പടി പിശാച് അവിടെ ബലവീനപ്പെട്ട് ഓടിപ്പോവാം. അങ്ങനെ പിശാച് ബലഹീനപ്പെട്ട് ഓടിപ്പോകും. ദേവനക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. എത്രയോ സാക്ഷികളുണ്ട്.
ஆகையால் தயவு செய்து ஸ்தோத்திரம் பண்ணுங்க. അതുകൊണ്ട് ദയവായി സ്തോത്രം ചെയ്യണം. சின்ன பிள்ளைகளும் கூட ஸ்தோத்திரம் பண்றாங்க. ചെറിയ കുട്ടികളും സ്തോത്രം ചെയ്യുന്നു. ஒரு விஷயம் மட்டும் சொல்றேன். அண்ணா நகரிலே ஒரு விசுவாசி, അണ്ണാ നഗറിലെ ഒരു വിശ്വാസി, അപ്പൊ ടീച്ചേഴ്സ് മീറ്റിംഗ്, ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്നു. ഞങ്ങൾക്ക് ഇരുമ്പിലെ ഒരു ടീച്ചേഴ്സ് മീറ്റിംഗ്, ഇരുമ്പിലെ ഒരു ടീച്ചേഴ്സ് മീറ്റിംഗ് നടക്കുന്നു. ടീച്ചേഴ്സ് മീറ്റിംഗ് சொன்னா கிட்டத்தட்ட 3000 பேர் வருவாங்க. അവിടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ മീറ്റിംഗിന് ഏകദേശം 3000 പേര് വരും. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. அப்ப இந்த பையன் சொன்ன நானும் கூட ടീച്ചേഴ്സ് മീറ്റിംഗിൽ വരാം. ഈ കുഞ്ഞു പറയുകയാണ്, നീ എതുക്കട വരണം? പിതാവ് ചോദിച്ചു, നീ എന്തിനാ വരുന്നേ? ഇല്ല എനിക്ക് പാസ്റ്റർ എംടിയെ பார்க்கணும். എനിക്ക് പാസ്റ്റർ എംജിയെ കാണണം. എതുക്കട എംടിയെ பார்க்கணும்? എന്തിനാണ് പാസ്റ്റർ എംജിയെ കാണുന്നത്? ജോം പണ്ണണം, പ്രാർത്ഥിക്കണം. അവന്റെ തലയിൽ അങ്ങും ഇങ്ങും 4 മുടി, എല്ലാം വളക്കത്തലതാണ്. അവന്റെ തലയിൽ അവിടെ മാത്രം 3-4 മുടിയുണ്ട്, ബാക്കിയെല്ലാം കഷണ്ടി இருக்கும். ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ. എന്റെ തലയെ പാത്തീங்களா? ഇപ്പൊ എന്റെ തല കണ്ടോ? അവർ ജപിച്ചാൽ താൻ പ്രാർത്ഥിച്ച മുടി വളരും. എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസം. ഞാനും വരും. ശരി, പോകാന്ന് പറഞ്ഞു. കൊണ്ടുവന്നാങ്ക കൊണ്ടുവന്നു. இப்படி உட்கார்ந்துட்டு യോഗം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. മകനും വന്നാൽ ആ പിതാവ് മകനും വന്നു. എന്നാ വിഷയം? ഞാൻ ചോദിച്ചു, എന്താ വിഷയം? முதல் நானும் கேட்டேன், ഈ തമ്പി എതുക്കാக நீங்க ടീച്ചേഴ്സ് മീറ്റിംഗ് കൊണ്ടുവന്നീங்க? ആദ്യം ഞാനും ചോദിച്ചു, ഈ കുഞ്ഞിനെ എന്തിനാണ് ടീച്ചേഴ്സ് മീറ്റിംഗിന് കൊണ്ടുവന്നത്? പിള്ളകളെ കൊണ്ടുവരക്കൂടാതെ ഒരു പ്രമാണമുണ്ട്. കുട്ടികളെ കൊണ്ടുവരുന്നതാണ് പ്രമാണം. കേട്ടെ, എതുക്കിന്റെ പിള്ളകളെ എല്ലാം കൂട്ടിട്ട് വന്നീங்க? ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടികളെ? അവർക്ക് ഉങ്ങളെ പാക്കണമാ? അല്ല പാസ്റ്റർ, പാസ്റ്ററിനെ കാണണം, ജപിക്കണമാ, പ്രാർത്ഥിക്കണം. അവന്റെ തല പാരുക പാസ്റ്റർ, അവന്റെ തല നോക്കുക. പരിതാപം, വളരെ പരിതാപകരം. പരിതാപകരം. വളക്കത്തല്ലേ അന്നെ പറവല്ല, മുഴുവനും കഷണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങേ ഇങ്ങ റൗണ്ട് മുടി. ഇത് അവിടെ വട്ടത്തിൽ കുറച്ച് വരുമ്പോ അവനെ പരിഹാസം പണ്ണാമൽ ഇരുപ്പാങ്ങളാ? വളർന്നു വരുമ്പോൾ അവനെ കളിയാക്കാതിരിക്കുവോ? കല്യാണം പண்றதுக்கு ഏതാതും പെണ്ണെ കിടക്കുമാ? കല്യാണം കഴിക്കുവാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടുവോ? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ சொன்ன തമ്പി കൈപിടി. അപ്പൊ ഞാൻ പറഞ്ഞു, മകനെ കൈ 10 കല്ലെട്, നീ 10 കല്ലെടുത്തോണ്ട് വാ. 10 കല്ലെട്, 10 കല്ല് ഇപ്പടി കൈപിടി, ഇങ്ങനെ കൈപിടിക്കണം. സ്തോത്രം 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 10 സ്തോത്രം. ഒരു കല്ലെടുത്ത് ഇങ്ങവേ 10 സ്തോത്രം ചെയ്തിട്ട് ഒരു കല്ലെടുത്ത് ഇപ്പുറത്ത് വെക്കണം. സ്തോത്രം സ്തോത്രം ഒരു കല്ലെടുത്ത് പോയി, വീണ്ടും 10 സ്തോത്രം, ഒരു കല്ലെടുത്ത് പോയി, വീണ്ടും കല്ലെടുത്ത് 10 കല്ലെടുത്ത് പോയി, 10 കല്ലെടുത്ത്. അപ്പൊ 100 സ്തോത്രം. അപ്പൊ 100 സ്തോത്രം. അവൻ അപ്പടിയേ ചെയ്താ. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പടിയേ ചെയ്താ, അങ്ങനെ തന്നെ ചെയ്തു. തകപ്പൻ മറന്നു വിട്ട, പിതാവ് അത് മറന്നുപോയി. കാലയില് കല്ലെടുത്ത് ഇപ്പടി വിളയാടുற മാതിരി. എന്നടാ കാലിലേ കല്ലിൽ വിളയാടുற? രാവിലെ കല്ലെടുത്ത് കളിക്കുകയാണെന്ന് തനിക്ക് തോന്നി. എന്താ രാവിലെ കല്ലെടുത്ത് കളിക്കുന്നത്? ഞാൻ RPD ചെയ്യുക. ഇല്ല പപ്പ, ഞാൻ RPD ചെയ്യുകയാണ്. നിങ്ങൾ എന്നെ ചെയ്താല് എന്താണ് RPD അവർക്ക് വിളങ്ങിയ സ്തോത്രം ചെയ്ത് 40-ാം നാളിൽ 40-ാം ദിവസം മുഴുവൻ മുടിയും വളർന്ന്, മുഴുവൻ മുടിയും വളർന്നു. ബാർബർ ഷോപ്പിൽ പോയി വെട്ടി, സാക്ഷി சொன்னா, ഞായറാഴ്ച സാക്ഷി പറഞ്ഞു. ഇന്നേക്ക് അവനക്ക് മുഴു തലയിലും മുടി, അവന്റെ തല മുഴുവനും മുടിയാണ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പിള്ളകളുടെ വിശ്വാസം പാരുങ്ക, ചെറിയ കുട്ടികളുടെ വിശ്വാസം. ദേവനെ അവിശ്വസിയാതീങ്ക, ദൈവത്തെ വിശ്വസിക്കുക. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദൈവിക സുഖത്തിൽ നാം നിലച്ചിരിക്ക വേണ്ട, ദൈവിക രോഗശാന്തിയിൽ നാം കടം വാങ്ങാமல் ഉൻ കുടുംബത്തെ നീ നടത്ത വേണ്ട, കടം വാങ്ങാതെ നിങ്ങളുടെ കുടുംബത്തെ നടത്തണം. പ്രശ്നങ്ങൾ സണ്ട ഇല്ലാமல் കുടുംബ வாழ்க்கையை നടത്ത വേണ്ട, പ്രശ്നങ്ങളും ഷണ്ടയും ഒന്നും ഇല്ലാതെ കുടുംബ ജീവിതം നയിക്കണം. ഇതെല്ലാം ഉലകത്താരുടെ ജീവിതം, ഇതെല്ലാം ലോകക്കാരുടെ രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതം, രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതം, മാംസത്തുകൂറിയവരുടെ ജീവിതം, ചെടീകരുടെ ജീവിതം, അതല്ല നമ്മുടെ ജീവിതം. അതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ വീട്ടിൽ സണ്ട ഇരിക്കക്കൂടാതെ, നമ്മുടെ വീട്ടിൽ മனைவிக்கும் പുരുഷനുക്കും ഇടയിൽ സണ്ട, ഭാര്യ ഭർത്താക്കന്മാരുടെ അയൽവക്കക്കാരോട് സണ്ട, അയൽവക്കക്കാരുടെ വഴക്ക്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കടം വാങ്ങി കുവിക്കറായി, കടം വാങ്ങി കൂട്ടരുത്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതൊന്നും ദേവസിത്തമില്ല, അതൊന്നും ദൈവഹിതമല്ല. സ്തോത്രം പണ്ണ്, നീ സ്തോത്രം ചെയ്യുക. നിശ്ചയமாக ദേവൻ ആശീർവദിപ്പാർ, തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും. എത്രയോ കഥകൾ, എനിക്ക് അനുഭവങ്ങൾ ഉണ്ട്, എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതെല്ലാം ഇപ്പൊ നേരമില്ല, അതെല്ലാം പറയാൻ സമയം. ആകയാൽ இந்த സ്തോത്രത്തെ നിങ്ങൾ പണ്ണുങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ സ്തോത്രം ചെയ്യുക. സ്തോത്രം പണ്ണുമ്പോൾ 6 കണ്ടീഷൻ. സ്തോത്രം ചെയ്യുമ്പോൾ 6 വ്യവസ്ഥ. ഒരു മന, ശരീരത്തിൽ ഒരു മനം, നിന്റെ ശരീരത്തിൽ ഒരു ഏകാഗ്രത, മനതിൽ ഒരു മനം, മനസ്സിലൊരു ഏകാഗ്രത. രണ്ടാമത് വിശ്വാസത്തിൽ, മൂന്നാമത് വിശ്വാസം, നാലാമത് അഭിഷേകത്തിൽ, നാലാമത് അഭിഷേകത്തിൽ, അഞ്ചാമത് കുറിക്കപ്പെട്ട ഒരു ടൈം എടുത്ത്, അഞ്ചാമത് നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്ത്, 90 നാൾ, 90 ദിവസം. ദേവനക്ക് മഹിമ, ദൈവത്തിന്റെ മഹത്വം. മനതിൽ ഒരു മനം തേവ, മനസ്സിലൊരു ഏകാഗ്രത വേണം. ശരീരത്തിൽ ഒരു മനം തേവ, ശരീരത്തിലും ഒരു ഏകാഗ്രത വേണം. ദേവനക്ക് മഹിമ, ദൈവത്തിന്റെ മഹത്വം. ഒരു മനം എന്ന് சொன்னால், ഒരു മനസ്സിൽ ഏകാഗ്രത എന്ന് പറഞ്ഞു. SBI ബാങ്കിനുடைய സിംബൽ മാതിരി, SBI ബാങ്കിന്റെ സിംബൽ പോലെ. എന്നാ SBI ബാങ്ക് സിംബൽ? എന്താണ് SBIയുടെ സിംബൽ? ഒരു പാട്ടിയമ്മ ഊസിൽ നൂലേറ്റുവാങ്ക, ഒരു വല്യമ്മച്ചി, ഒരു വല്യമ്മച്ചി നൂല് കോർക്കുന്നതാണ്. ഒരു പാട്ടിയമ്മ ഉക്കാന്നിട്ട് ഊസിയിൽ നൂല് പിടിച്ചിട്ട് ഇരിക്കും. ഒരു വല്യമ്മ SBI ബാങ്കിനുടെ സിംബൽ, അതാണ് SBI ബാങ്കിന്റെ സിംബൽ. ഒരു മനോ, അതാണ് ഒരു മനസ്സല്ല ഏകാഗ്രത. ദൈവത്തിന് ഊസിയെ വെച്ച് ഒരു സൂചി എടുത്ത് സണ്ട പോട്ട് വഴക്കുണ്ടാക്കി, എന്നെ പண்றேன் പാര്, എന്താ ചെയ്യുന്നതെന്ന് നോക്ക്.
നൂലേറ്റാൻ മുടിയുമോ? നൂല് കയറ്റാൻ പറ്റുമോ? ഇല്ലേ. ഇല്ല. നിന്റെ ശരീരം ഒരു മനമായിരിക്കണം. എന്റെ ശരീരത്തിലേക്ക് ആകരുത്. കൈ ആടക്കൂടാ. കൈ ആടരുത്. ഉന്റെ മനസ്സ് ഇങ്ങേ ഇരിക്കണം. മനസ്സ് അവിടെ ആയിരിക്കണം. കണ്ണ് ഇങ്ങേ ഇരിക്കണം. കണ്ണവിടെ ആയിരിക്കണം. അപ്പൊ എന്താ ഊസിയിൽ നൂലേറ്റ മുടിയും. അപ്പോൾ തന്നെ നൂല് ശരീരത്തിലെ ഒരു മനം. ഇതാണ് ശരീരത്തിന്റെ കണ്ണുകളെ മൂടി, കണ്ണുകളെ അടച്ച്, കരങ്ങളെ ഉയർത്തി. കരങ്ങളെ ഉയർത്തണം. എന്തിനാണ് കരങ്ങളെ ഉയർത്തുന്നത്? വിരൽ ரொம்ப കൊളപ്പടി. ഈ വിരൽ വളരെ പ്രശ്നമാണ്. സ്വോത്രം ചെയ്യുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. പേനൊക്കെ എടുത്ത് സ്വോത്രം 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 ഇല്ല, മൂക്കിൽ പോയിട്ട് സ്വോത്രം 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 ഇല്ല, എന്തെല്ലാം കൊളപ്പടി പണം, എന്തെല്ലാം പ്രശ്നം ചൊറിഞ്ഞ് ഇങ്കയും ചൊറിഞ്ഞ്. ഇതാ സ്വോത്രം. ആണ്ടൊരു പാത്തിട്ടേ இருக்கிறாரு. ആണ്ടോട് മുന്നാലെ സ്വോത്രം 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 സ്വോത്രം. ആണ്ട് എന്നാ ചെയ്യുവാരെ? വയറ്റിലൊരു കുത്തിട്ട് ഇങ്ങനെ ദൈവത്തിന്റെ ചിലവർക്ക് ജപത്തേക്ക് വന്നോടനെ വയറ്റുവലി വരുന്നത്. അതാണ് ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് മണ്ടയിലടി, ചിലർക്ക് തലവേദന. അതാണ് ദേവനുക്ക് മഹിമേ. ദൈവത്തിന്റെ എൻ സമൂഹത്തെ നീ അലക്ഷ്യം പണ്ണുകറായി. എന്റെ സന്നിധിയെ നീ പരിശുദ്ധത്തെ അലക്ഷ്യം പണ്ണുകറായി. പരിശുദ്ധത്തെ പരിശുദ്ധ കുലച്ചലാക മാറ്റുകറായി. വിശുദ്ധി അശുദ്ധിയാക്കി. ഞാൻ ഉന്നെ ആശീർവദിക്ക മുടിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഒരു മനതോടെ നീ ഏകാഗ്രതയോടെ എൻ സന്നിധിയിൽ വാ. എന്റെ സന്നിധിയിൽ ഞാൻ ഉന്നെ ആശീർവദിപ്പേ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വിലകുവതുമില്ല, കൈവിടുവതുമില്ല. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വിരോധமாக എഴുമ്പുകള എന്തായുധവും വായിക്കാമൽ പോം. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ദൈവജനമേ, നാം താൻ ഉലകത്തേക്ക് ഒളിയായി ഇരിക്കണം. നാം ലോകത്തിന് വെളിച്ചമാണ്. നമ്മുടെ വീട്ടിലെ സണ്ടകൾ മാറട്ടെ. നമ്മുടെ വീട്ടിലെ വഴക്ക് മാറട്ടെ. കടൻ ഇല്ലാமல் ജീവിക്ക പഴകുങ്ക. കടമില്ലാതെ ജീവിക്കാൻ പഠിക്കുവിൻ. എത്രയോ വിശ്വാസികൾ കടനില്ലാமல் ജീവിക്கிறார். എത്ര വിശ്വാസികൾ കടമില്ലാതെ ജീവിക്കുന്നു. അതിലൊരുവർ താൻ തിരുവനന്തപുരത്തെ പൗലോസ്, സ്റ്റാൻലി പൗലോസ്. അതിലൊരാളാണ് തിരുവനന്തപുരത്തെ സ്റ്റാൻലി പൗലോസ്. നാഗർകോവിലെ സൗന്ദർരാജ്. നാഗർകോവിലെ സൗന്ദർരാജ്. എത്രയോ പേരെ എനിക്ക് சொல்ல முடியும். എത്ര പേരെ എനിക്ക് പറയാൻ കഴിയും? എല്ലാം കടനിൽ മുഴുകിനവങ്ക. ഇവരെല്ലാം കടത്തിൽ മൂടിപ്പോയവരാണ്. സ്തോത്രത്തിന് അவ்வளവും വല്ലമയുണ്ട്. സ്തോത്രത്തിന് അത്രത്തോളം ശക്തി. അടിക്കടി സ്തോത്രം പണ്ണുകയെന്ന് சொல்லுகிறோம். അതുകൊണ്ടാണ് ഞാൻ അടിക്കടി സ്തോത്രം ചെയ്യുന്നത്. വിധமான സ്തോത്രം ചെയ്യാൻ നമ്മുടെ വീടുകളെല്ലാം സ്തോത്രത്തിൻ വീടാക മാറ്റപ്പെടെ ഉദവി ചെയ്യുമ്പടിയാക എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം പണ്ണുவோம். സ്തോത്രം 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 സ്തോത്രം. എല്ലാ പിള്ളകളും സ്തോത്രം പണ്ണുക. കുട്ടികളെല്ലാം സ്തോത്രം ചെയ്തോട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഇനി ഒരു വചനം വാസിപ്പോ. ഇനിയൊരു വാക്യം വായിക്കാം. യേശു ക്രിസ്തു കൽവാരിയിൽ മരിത്ത. യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. എന്നോ പെരിയ കൊടൂരமாக മരിച്ച. എത്ര അക്രൂരമായി അല്ലെങ്കിൽ ദാരുണമായിട്ട് മരിച്ചു. അതിനോട് നോക്കമെന്ന, അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു സാധാരണ രക്ഷിപ്പുക്കാക, സാധാരണ രക്ഷയ്ക്ക് വേണ്ടി, ഒരു സാധാരണ നന്മയെ പെറ്റുകൊള്ളുമ്പടിയാക, സാധാരണ ഒരു നന്മ അനുഗ്രഹം പ്രാപിക്കുക, നിനക്കൊരു സമാധാനത്തെ തരുമ്പടിയാക, നിങ്ങൾക്കൊരു സമാധാനം നൽകേണ്ടത്, നിനക്കൊരു സന്തോഷത്തെ തരുമ്പടിയാക, എനിക്കൊരു സന്തോഷം തരേണ്ടതിന് യേശു இந்த அளவுக்கு கொடுமையாக கொடூரமாக പാടുപെട വേണ്ടുമാ? യേശു ഇത്രത്തോളം കഠിനമായി ദാരുണമായി പാടുപെടണമോ? നിങ്ങൾ എന്നാ നിனைக்கிறீங்க? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇല്ലെങ്കിൽ നാം കൽവാരിയെ മറന്നു വിട്ടോ? ഇന്ന് നാം കാൽവരിയെ മറന്നു. ഞാനൊരു 10 നിമിഷം മുതലിൽ കൽവാരിയെ പേസറ അപ്പുറം നോക്കത്തേക്ക് വരുവോ? 10 മിനിറ്റ് കാൽവരിയെ കുറിച്ച് പറയുന്ന ഉദ്ദേശത്തിലേക്ക് നിങ്ങൾ വചനങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. ഈ വചനങ്ങളൊക്കെ എഴുതിയെടുത്തുകൊള്ളുക. ഡെയിലി 10 നിമിഷം കൽവാരിയെ ധ്യാനിക്ക വേണ്ടും. ദിവസവും 10 മിനിറ്റ് കാൽവരിയെ ധ്യാനിക്കുക. കൽവാരിയെ മറക്കലാകാതെ. കാൽവരിയെ മറക്കരുത്. കൽവാരി നമ്മുടെ അനുഭവമാക മാറ്റിക്കൊള്ള വേണ്ടും. കാൽവരി നമ്മുടെ അനുഭവമാക്കി തീർക്കണം. കൽവാരിയെ ധ്യാനിക്കുമ്പോൾ, കാൽവരിയെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കണ്ണിലിരുന്ന് കണ്ണീർ ഒഴുക വേണ്ടും. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരണം. ഹൃദയം നുറുങ്ങ വേണ്ടും. നമ്മുടെ ഹൃദയം തകരണം. മെഴുകുവത്തിയെ പോലെ ഉരുക വേണ്ടും. മെഴുകുതിരി പോലെ അത് ഉരുകണം. അതാ കൽവാരി ധ്യാനം. അതാണ് കാൽവരി ധ്യാനം. ദേവനുക്ക് മഹിമ, ദൈവത്തിന്റെ മഹത്വം. അപ്പടി കൽവാരിയെ ധ്യാനിക്കുമ്പോൾ, അങ്ങനെ കാൽവരിയെ ധ്യാനിക്കുമ്പോൾ ഒരു പക്കത്തിൽ, ഒരു ഭാഗത്ത് നീ സോർന്നു പോക മാട്ടാ, നീ തളർന്നു പോകില്ല, പോക മാട്ടാ, അധൈര്യപ്പെടില്ല. എബ്രായർ 12-ാം അധികാരം 3-ാം വചനത്തെ വാസിക്കുമ്പോൾ, ലേഖനം 12-3 വായിക്കുമ്പോൾ, നിങ്ങൾ ആത്മാക്കളിൽ ഇളപ്പടൈந்து പോകാതെ പഠിക്ക, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, പാപികളാൽ വിവിധமாக വിപരീതങ്ങളെ സഹിച്ച് അവരെയെ ധ്യാനിച്ചുകൊൾ. പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാരുങ്ങളെ, ഉങ്ങളുടെ ആത്മാവിൽ ഇളപ്പടൈந்து സോർന്നു പോകാமல் இருக்கும்படியா, നിങ്ങളുടെ ആത്മാവിൽ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ, കവലകൾ, ഭാരങ്ങൾ, പ്രശ്നങ്ങൾ, ബിസിനസ് പ്രശ്നം, ബിസിനസ്സിൽ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, ഭർത്താവ് പ്രശ്നം, പലവിധமான പ്രശ്നങ്ങൾ, പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. സോർന്നു പോകലാം, നിങ്ങൾ തളർന്നു
തളർന്നു പോകാം. ஆனால் நீ இளைப்படைந்து சோர்ந்து போகாமல் இருக்கும்படியாக എന്നാൽ നിങ്ങൾ ക്ഷീണിച്ച് മടുക്കാതെ ഇരിക്കേണ്ടതിന് കൽവാരിയെ ധ്യാനിച്ചുകൊൾ. കാൽവരിയെ ധ്യാനിക്കണം. ഡെയിലി ധ്യാനിക്കുക. ദിവസേന ധ്യാനിക്കണം. കൽവാരിയെ ധ്യാനിക്കുമ്പോൾ കാൽവരിയെ ധ്യാനിക്കുമ്പോൾ കതറി കതറി അഴമുടി നീ കരഞ്ഞ് അലറി കരയും. 77 സംഗീതം 3 വചനത്തെ വാസിക്കുമ്പോൾ 77 സങ്കീർത്തനം 3 വാക്യം വായിക്കുമ്പോൾ ധ്യാനിക്കയിൽ ഞാൻ അലറിനേൻ. ഞാൻ ധ്യാനിക്കൽ ഞാൻ അലറി കരഞ്ഞു. കർത്തരെ ഞാൻ ധ്യാനിക്കയിൽ കർത്താവിനെ ഞാൻ ധ്യാനിച്ചു. കൽവാരിയെ ധ്യാനിക്കയിൽ കാൽവരിയെ ധ്യാനിച്ചപ്പോൾ ഞാൻ അലറിനേൻ. ഞാൻ അലറി അലറുവാർ അലറി കരയും. അவ்வளവും കൊടുമ അത്രത്തോളം കഠിനമാണത്. ഒരു 5 വചനം തരാം കൽവാരിയെ കുറിച്ച്. കാൽവരിയെ കുറിച്ച് 5 വചനങ്ങൾ തരാം. ഒന്നാമത് മത്തേയു 27 അധികാരം 26 വചനം. മത്തായിയുടെ സുവിശേഷം 27:26. വാറിനാൽ അവരെ അടിത്താറുകൾ. ചമ്മട്ടി കൊണ്ട് അവനെ അടിച്ചു. വാറിനാൽ അടിത്താറുകൾ. ചമ്മട്ടി കൊണ്ട് അടിച്ചു. വാറിനാൽ അടിത്താൽ എന്ന് ചൊല്ലുമ്പോൾ ചാട്ടവാറ് കൊണ്ട് അടിച്ചു എന്ന് പറയുമ്പോൾ ഇതൊരു ചാട്ടവാറാണെന്ന് കരുതുക. അതിൽ 12 വാറുകൾ. അതിൽ 12 വാറുകൾ വള്ളികളുണ്ട്. തോലിനാൽ ചെയ്യപ്പെട്ട വാറുകൾ. അത് തുകല് കൊണ്ടുണ്ടാക്കിയതാണ്. പല 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 മുള്ളുകൾ. അതിൽ പല മുള്ളുകളുണ്ട്. ഒരു പ്രാവശ്യം ചുഴറ്റി അടിച്ചാൽ അതിനെ ചുഴറ്റി അടിച്ചാല് 200 ഇടത്തിലിരുന്ന് സത പിടുങ്ങും. 200 സ്ഥലത്ത് നിന്നത് മാംസം പറിച്ചെടുക്കും. 200 സ്ഥലം. അപ്പോ പല മുറ അടിച്ചാറുകൾ. പല പ്രാവശ്യം അടിച്ചു. 40 മുറ അടിക്കല. 40 പ്രാവശ്യം അടിക്കാം. എത്ര മുറ അടിച്ചാറുകളെ ശരിയാണ്. അതിനപ്പുറം എന്നാൽ എത്ര പ്രാവശ്യം അടിച്ചു? 5 മുറയിൽ വെച്ചു കൊള്ളുക. ഒരു 5 പ്രാവശ്യം എന്ന് വെക്കുക. 1000 ഇടത്തിലിരുന്ന് സതയെ പിടുങ്ങിയ 1000 സ്ഥലത്ത് നിന്ന് മാംസം പറിച്ചെടുത്തു. പറ്റില്ല. യോസിച്ച് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കുക. അത് എപ്പടി ഇരുന്നത്? അതെങ്ങനെയായിരുന്നു? 2ാമത് വചനം. 2ാമത്തെ വാക്യം. സംഗീതം 129 സംഗീതം 3 വചനം. 129 സങ്കീർത്തനത്തിന്റെ 3 വാക്യം. 1 വചനം മത്തേയു 27:26. മത്തായി 27:26. 2ാമത് വചനം സംഗീതം 129:3. 129 സങ്കീർത്തനം 3 വാക്യം. ഉഴുகிறவர்கள் என் മുതുകിന്മേൽ ഉഴുത് പടച്ചാലുകളെ നീളമാക്കിനാர்கள். ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. നമ്മൾ ഉഴുത വയല് നമുക്ക് തിരിയുമേ. ഉഴുതിട്ടിരിക്കുന്ന വയല് നമുക്ക് എങ്ങനെയായിരിക്കും? കീഴെ ഇരിക്കുന്ന മണ്ണെല്ലാം മേലെ വരും. താഴെയുള്ള മണ്ണൊക്കെ മുകളിൽ വരും. നടക്കാൻ മുടിയാതെ. നടക്കാൻ പറ്റില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഉഴുகிறவர்கள் എൻ മുതുകിന്മേൽ ഉഴുത് പടച്ചാലുകളെ നീളമാക്കിനാர்கள். ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുത് ഉഴവുചാലുകളെ നീളത്തിൽ. എല്ലാം വെളിയെ വന്ന മാംസമൊക്കെ പുറത്തു. എല്ലാം തൊങ്കുത്. ദശയെല്ലാം തൊങ്ങുന്നു. തുകലെല്ലാം തൊങ്ങുന്നു. ദേവനുക്ക് അപ്പടി ഒരു കൽവാരി എങ്കിയാവത് പാത്തിരിக்கிறீர்களா? അങ്ങനെ ഒരു കാൽവരി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വേദത്തിൽ ബൈബിളിൽ മാത്രമേ ഉള്ളൂ. இன்னைக்கு நான் பல இடத்துல சிலுவையை பார்க்கிறோம். ഇന്ന് പലയിടത്തും ക്രൂശ് കാണാം. நான் அடிக்கடி சொல்வதுண்டு. ഞാൻ അടിക്കടി പറയും. நல்ல பிரியாணி சாப்பிட்டு தூங்குற மாதிரி கிடக்குது. യേശു നല്ല ബിരിയാണി കഴിച്ച് ഉറങ്ങുന്നത് പോലെയാ കിടക്കുന്നേ. അതൊന്നുമല്ല. 5 കായങ്ങൾ. 5 മുറിവുകൾ. എന്നാ 5 കായങ്ങൾ? എന്താണ് 5 മുറിവ്? ഇതൊരു കായം. ഒന്ന് കയ്യിലൊരു. രണ്ടാമത് വലതിലെ കായം. വലത് കയ്യിൽ മുറിവ്. മൂന്നാമത് കാലിലെ കായം. കാലിൽ 3ാമത്തെ മുറിവ്. 4ാമത് തലയിലെ കായം. 4ാമത് തലയിൽ മുറിവ്. 5ാമത് വിലാവിലെ കായം. 5ാമത് വിലാപ്പുറത്ത് മുറിവ്. അല്ലേ? അതല്ലേ? അതും കായങ്ങൾ. അത് മുറിവ്. 5 കായങ്ങളെ 5 വിധമാക മാറ്റലാം. 5 മുറിവുകളെ 5 വിധമാക്കി തീർക്കാം. 1ാമത് കായം. 1ാമത്തെ മുറിവ് വാറിനാൽ അത് ഞാൻ അപ്പുറം சொல்றேன். ഇത് മുടിக்கிறேன். അപ്പൊ എന്നെ ஞாபகப்படுத்தலாம். ചിലപ്പോൾ ഞാനും മറന്നു പോയിടും. എന്നെ ഓർപ്പിക്കണല്ല, ഞാൻ പിന്നീട് ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഉഴുகிறവൾ എൻ മുതുകിന്മേൽ ഉഴുന്ന് പടച്ചാലുകളെ നീളമാക്കിനാர்கள். ഉഴവുകാർ എന്റെ 3ാമത് വചനം. 3ാമത്തെ വാക്യം. 22 സംഗീതം 17 വചനം. 22 സങ്കീർത്തനം 17 വാക്യം. എല്ലാവരും ദയവ് ചെയ്ത് എഴുതിയെടുത്ത് വീടുകളിൽ പോയി പഠിച്ച് ധ്യാനം പണ്ണുങ്ങൾ. എല്ലാവരും ദയവായിട്ട് എഴുതിയെടുത്ത് വീട്ടിൽ ചെന്നിട്ട് വായിച്ച് ആശീർവാദം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും. സോർന്ന് പോകാൻ മാട്ടാ. നീ തളർന്നു സണ്ടയെ പോട മാട്ടാ. നീ വഴക്കുണ്ടാക്കുകയില്ല. ഇതെല്ലാം തിരിയാത്തതിനാൽത്താ സണ്ട പോടുക. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് വഴക്കുണ്ടാക്കുക. സണ്ട പോട്ട ഏതോ നടക്കുമോ? വഴക്കുണ്ടാക്കി എന്തെങ്കിലും നടക്കുമോ? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കാര്യം മ്ലേച്ഛമായ കാര്യങ്ങൾ. ഇപ്പൊ ഒരു സഹോദരി നരകത്തുക്ക് പോയിരിക്കും. ഒരു സഹോദരി നരകത്തിൽ പുറത്തു വന്നു. அவங்க சொல்றாங்க, താൻ പറയുകയാണ്, அப்படி எரியுது, അങ്ങനെ കത്തുന്നു. 2 മണി നേരം 2 മണിക്കൂർ യൂട്യൂബിൽ ഉണ്ട്.
യൂട്യൂബിലുണ്ടത്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എരിந்து കത്തുതു. കത്തി മദ്രാസിലെ മണലി എന്ന ഇടത്തിലെ அந்த സഹോദരി 5 വർഷத்துக்கு മുന്തി നരകத்துக்கு പോനാங்க. മദ്രാസിൽ മണലി എന്നുള്ളൊരു സ്ഥലത്ത് ആ സഹോദരി 5 വർഷത്തിന് മുമ്പാണ് പ്രസവത്തിലെ മൂന്നാം നാളിൽ മൂന്നാം ദിവസം ഇവൾക്ക് ഒരു ജ്വരം വന്നത്. തനിക്കൊരു പനി വന്നു. அந்த ജ്വരം 5 നാൾ. ആ ജ്വരം 5 ദിവസം ഇറந்து വിട്ട. അതോടെ മരിച്ചു. അവിടെ ആത്മാ വെളിയെ വന്നു. ആത്മാ പുറത്തു വന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് നരകത്തിൽ പോയി. നരകത്തിൽ പോയി. അപ്പൊ നെരുപ്പിനാൽ എരിയുത്. തീ കൊണ്ട് കത്തുകയാണ്. പാമ്പെല്ലാം വന്ന് കടിക്കുന്നു. പാമ്പൊക്കെ വന്ന് കടിക്കുന്നു. പുഴുവെല്ലാം കടിക്കുന്നു. പുഴുവൊക്കെ കടിക്കുന്നു. കത്തുന്നു. നിലവിളിക്കുന്നു. കടസിയിൽ വെളിയെ കൊണ്ടുവന്നാങ്ക വെളിയിലെ ഇருக்கு. പുറത്തു വന്ന് ഇപ്പൊ ജീവനോടുണ്ട്. ഇപ്പോഴും സാക്ഷി ചൊല്ലാൻ அந்த സഹോദരി അലറിதான் സാക്ഷി ചൊല്ലും. ഇപ്പോൾ സാക്ഷി പറയുമ്പോൾ ആ സഹോദരി അലറിക്കരഞ്ഞാണ് പറയുന്നത്. എന്നാലത് യോസിക്കവേ നിലയ്ക്കവേ മുടിയതുള്ളൂ. ഭയങ്കരമാളുവാ. അയ്യോ, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഭയങ്കര വെളിയെ വന്നതേ പാർക്കലും ആ നരകത്തെ നരകത്തെ ഞാൻ പാർക്കുമ്പോൾ എനിക്ക് താങ്ങ മുടിയാത്ത വേദന. പുറത്തു വന്നെങ്കിൽ തന്നെ നരകം ഓർക്കുമ്പോൾ എനിക്ക് താങ്ങുവാൻ കഴിയാത്ത വേദന. നീ യൂട്യൂബിൽ പാരുങ്ക. അവരുടെ പേര് നിത്യ. തന്റെ പേര് നിത്യ. സോറി നദിയ. നദിയ എഴുതിയെടുത്തുകൊള്ളുക. നദിയ ടെസ്റ്റിമണി. തന്റെ പേര് നദിയ എന്നാണ്. നദിയ ടെസ്റ്റിമണി എന്ന് വെച്ചാൽ അത് കിട്ടും. നദിയ ടെസ്റ്റിമണി. നദിയ ടെസ്റ്റിമണി പാരുങ്ക. പോയി നോക്കുക. அதனால சினிமா படம் பார்க்க நான் சொல்லவே இல்லை. സിനിമ കാണാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ இப்படி യൂട്യൂബിൽ പോയി പാരുക തരുമ്പോൾ சொல்றாங்க പാസ്റ്റർ MT തോമസ് സിനിമ பார்க்க சொல்றாங்களா. യൂട്യൂബിൽ പോയി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചിലർ പറയുന്നത് സിനിമ കാണാനാണോ ഞാൻ പറഞ്ഞേ. അവരുടെ ടെസ്റ്റിമണി കേളുങ്ക. അതിന്റെ ടെസ്റ്റിമണി സഭയിലല്ല, വേറൊരു ഇൻഡിപെൻഡന്റ് സഭയിൽപ്പെട്ട സഹോദരി. നമ്മുടെ സഭയിലല്ല, മറ്റൊരു സഭയിൽപ്പെട്ട സഹോദരിയാണ്. സാക്ഷി. ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അവൾ വെളിയെ വന്ന് പുറത്തു വന്ന അവൾ എന്നാ சொன்னாங்க. എന്താണ് പറയുന്നത്? അവളുടെ പേര് ജീവോത്സവത്തിൽ பார்த்தாங்க. തന്റെ പേര് ജീവോത്സവത്തിൽ കാണുന്നു. ഇല്ല, അവിടെ നോക്കിയില്ല. പാസ്റ്ററുടെ മകൾ. ഞാൻ പാസ്റ്ററുടെ മകളാണ്. ഞാൻ നിറയെ ഊഴിയം ചെയ്തിരിക്കും. അനേക ശുശ്രൂഷ ചെയ്ത് പേര് ഇരിക്കും. എന്റെ പേര് കാണും. അതെപ്പടി ഇല്ലാമ ഇരിക്കും. അതങ്ങനെ ഇല്ലാതെ പാട്ട് പാടി. എത്രയോ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പാവോട് ചേർന്ന് എവ്വളോ ഊഴിയം ചെയ്തിരിക്കും. എന്റെ പിതാവിനോട് ചേർന്ന് എത്രയോ ശുശ്രൂഷ. മധ്യയിൽ എവ്വളോ ഊഴിയം. യവനക്കാരുടെ എത്രയോ ശുശ്രൂഷ. ഗ്രാമങ്ങളിൽ ഊഴിയം. ഗ്രാമങ്ങളിൽ ശുശ്രൂഷ. എവ്വളോ ഊഴിയം. എത്രയോ വേല ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. വീടാ ഏറി ഇറങ്ങി സുവിശേഷം ചൊല്ലിയിരിക്കും. ഭവനങ്ങൾ തോറും സന്ദർശിച്ചു. എന്റെ പേരില്ലയോ? അതെപ്പടി ഇല്ലാമൽ അതങ്ങനെ ഇല്ലാതിരിക്കും. അപ്പൊ അവൾ சொன்னாங்க എനിക്ക് ഇനിയൊരു പേര് ഇருக்கு, അതും പാരുങ്ക. എനിക്ക് മറ്റൊരു പേര് റൈച്ചൽ. തന്റെ ജനസ്ഥാനം എടുത്ത പേര് റൈച്ചൽ എന്നാണ്. അതുമില്ല. വേറൊരു ബുക്ക് എടുത്താ, മറ്റൊരു പുസ്തകം എടുത്തു. ജ്ഞാപക പുസ്തകം, ഓർമ്മ പുസ്തകം. അതിൽ പാത്ത പേര്, അതിൽ പേരുണ്ട്. ജ്ഞാപക പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ വലിയൊരു കൊട്ടേഷൻ, വലിയൊരു എഴുതി വെച്ചിരുന്നു. അത് വലിയൊരു ലിസ്റ്റ് പട്ടിക എഴുതിയിട്ടുണ്ട്. വലിയ ലിസ്റ്റ്. വലിയൊരു ലിസ്റ്റ് പട്ടിക എഴുതി. അതിലൊരു ലിസ്റ്റ് നീ കൊലപാതകം ചെയ്തവർ. നീ കൊലപാതകം ചെയ്തു. അപ്പൊ യേശുവിടെ കേട്ടാங்க, ആണ്ടവരെ ഞാൻ இந்த പാപങ്ങളെല്ലാം ചെയ്തത് ഉണ്മதான். അപ്പൊ യേശുവോട് ഞാൻ ചെയ്യവില്ല. ഈ പാപമൊക്കെ ഞാൻ ചെയ്തത് സത്യമാണ്, പക്ഷെ കൊലപാതകം ചെയ്തില്ലല്ലോ. നീ കരുകലയ്ക്കവില്ലയാ? നീ ഗർഭഛിദ്രം, ഗർഭം അലസിപ്പിച്ചില്ലയോ? பரலோகத்தில் இயேசு சொன்னார், இன்றைக்கு பெந்தகோ சபையில் பெற்றவர்கள் தான் அதிகமாக துணிகரமாக இந்த பாவத்தை செய்கிறார்கள் என்று இயேசு சொன்னார். ഇന്ന് സ്വർഗത്തിൽ യേശു പറയുകയാണ്, ഇന്ന് പെന്തക്കോസുകാരാണ് മനഃപൂർവ്വമായി ഈ പാപം ഇന്ന് ചെയ്യുന്നത്. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. அப்படி யாராவது அந்த பாவம் செய்கிற பழக்கம் இருந்தால் இப்போதே மன்னிப்பு கேட்டுக்கொள். ആരെങ്കിലും അങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ഷമ ചോദിച്ചുകൊള്ളുക. துணிகரமான பாவம், മനഃപൂർവ്വം സ്വമേധാ പാപം, കൊലപാതകം, അത് കൊലപാതകം. தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. നമ്മുടെ ഒരു സഹോദരി ട്രാൻസിൽ പോനാങ്ക. നമ്മുടെ ഒരു സഹോദരി ആത്മവിവശതയിൽ ഇപ്പോ இந்த വർഷം, ഈ വർഷം ഏപ്രിൽ മാസം 20-ാം തീയതി ശനിക്കിഴമ കാത്തിരിപ്പ് കൂട്ടത്തിൽ, ഏപ്രിൽ മാസം 20-ാം തീയതി ഈ വർഷത്തില് ശനിയാഴ്ച കാത്തിരിപ്പ് കൂട്ടത്തിൽ ആത്മവിവശതയിൽ നിറയെ കുളന്തകളെ പാത്ത, ചെറിയ ചെറിയ കുട്ടികൾ അനേകരെ കണ്ടു. അനേക കുളന്തകൾ, അനേക കുട്ടികൾ. പാട്ട കേട്ടെ, ഇന്ന് ചിന്ന ചിന്ന കുളന്തയിൽ ആരപ്പാ? ഈ ചെറിയ ചെറിയ കുട്ടികളെല്ലാം ആരാണ്? കരുകലൈത്ത കുളന്തകൾ. അത് ഗർഭം അലസിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. കരുകലൈത്ത കുളന്തകൾ. നിങ്ങൾ നിனைக்கிறீங்க അത് அப்படியே പോച്ചെന്ന്. നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ പോയി, കുളന്ത പരലോകത്തിൽ പോയി ചേർന്നാച്ച്. ആ കുഞ്ഞ് സ്വർഗത്തിൽ പോയി ചേർന്നു. കൊലപാതകം ചെയ്താച്ച്. നിങ്ങൾ കൊലപാതകം ചെയ്തു. ദേവജീവ പുസ്തകത്തിൽ ഉന്റെ പേருக்கு നേരെ നീ കൊലപാതകി എന്ന് എഴുതിയിരിക്കും. ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്റെ പേരിന്റെ നേരെ ദേവജനമേ കരുകലയ്ക്കാതിരുകൾ. ദൈവജനമേ ഗർഭം അലസിപ്പിക്കരുത്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. அந்த സഹോദരി சொல்றாங்க, നിങ്ങൾ அந்த ടെസ്റ്റിമണി ദയവ് ചെയ്ത് കൊണ്ട് പാരുங்க. നിങ്ങൾ ആ സാക്ഷ്യം ദയവ് ചെയ്തൊന്ന്
നോക്കണം. അപ്പോഴാ சொல்றாங்க, അപ്പോഴാണ് പറയുന്നത് ഇനിയൊരു കൊലപാതകം, ഇനിയൊരു കൊലപാതകമുണ്ട്. ലേവിയാകുമോ 19-ാം അധികാരം 16-ാം വചനത്തിൻപടി, ലേവ്യ പുസ്തകം 19:16 പ്രകാരം അങ്ങുമിങ്കും കോൾ ചൊല്ലി തിരിയാതിരിപ്പതാക. അവിടെ ഇവിടെ ഏഷണി പറഞ്ഞു നടക്കരുത്. കുറ്റം ചൊല്ലുന്നില്ലയാ, അവരുടെ കുറ്റം, ഇവരുടെ കുറ്റം, അവരുടെ കുറ്റം. இந்த നാളുകളിൽ 4 നാളുകൾ എത്താനാ കുറ്റം ചൊല്ലിയിരിപ്പീങ്ക. അവിടെ ഇവിടെ കുറ്റം പറഞ്ഞു നടക്കുന്നത്. ഈ 4 ദിവസം കൊണ്ട് എത്ര കുറ്റം പറഞ്ഞു? കുറ്റം ചൊല്ലുന്നത് കൊലപാതകം. ഏഷണി പറയുന്നത് കൊലപാതകമാണ്. ലേവ്യരാഗമം 19:16. ലേവ്യ പുസ്തകം 19:16 ഒന്ന് പഠിക്കുക, ഒന്ന് വായിച്ചാട്ടെ. അങ്ങുമിങ്കും നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞു നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവ ആകുന്നു. തമിഴിലെ ഉൻ ജനങ്ങൾക്കുള്ളേ അങ്ങുമിങ്കും കോൾ ചൊല്ലി തിരിയാക, பிறனுடைய ரத்தப்பழிக்கு உட்பட வேண்டாம், நான் கர்த்தர். உட்பட வேண்டாம், பிறனுடைய ரத்தப்பழிக்க, பிறனுடைய രക്തத்துக்கு നീ ഉൾപ്പെട വേണ്ട. അത് രക്തപാതകം, കൊലപാതകം. നീ കൂട്ടുകാരന്റെ രക്തത്തിന് ഉത്തരവാദിയാകേണ്ടത് അത് രക്തയാണ്. നമ്മുടെ മധ്യയിൽ എത്ര പേർ അങ്ങും ഇങ്ങും കോൾ ചൊല്ലി അതും പേശി തൊലപേശിയിൽ പേശി അപ്പടി ഇപ്പടി പേசுறீங்க, കൊലപാതകം. നമ്മുടെ ഇടയിൽ എത്രയോ ഏഷണി പറയുന്നു, ഫോണിൽ സംസാരിക്കുന്നു, അതൊക്കെ കൊലപാതകമാണ്. വിവിധമായ പാപങ്ങൾ നമ്മുടെ സഭയിലിരുന്ന് അകന്നു പോകട്ടെ. ഇങ്ങനെയുള്ള പാപങ്ങൾ നമ്മുടെ സഭയിൽ നിന്ന് അകന്നു പോകട്ടെ. എന്റെ സഹോദരി സാക്ഷി சொன்னாங்க, സഹോദരി സാക്ഷി പറഞ്ഞു. ദേവനുക്ക് മഹിമ. 5 വർഷമാச்சு, 5 വർഷമായി. ഇപ്പോഴും കൂടെ ഒരിടത്ത് സാക്ഷി சொன்னாங்க. ഈ അടുത്തിടയ്ക്ക് ഒരിടത്ത് സാക്ഷി പറഞ്ഞു. എന്നാ അള്ളുക, എന്തോ ഒരു കരച്ചിൽ. അതൊന്നും പൊയ്യല്ലേ, അതൊന്നും ഭോഷ്കല്ല. നാം അതൊക്കെ 1500 റീസൺ ചൊല്ലി പൊയ്യാക്കും. നമ്മളൊരു 1500 ഇരുക്കാതെ ഇപ്പടിയൊന്നും ഇരുക്കാതെ നമ്മൾ 1500 കാരണം പറഞ്ഞത് ഭോഷ്കാക്കും. അങ്ങനെ മഹിമേ, കർത്തർക്ക് ഭയപ്പെടുങ്കൾ, ദൈവത്തെ ഭയപ്പെടുക. ആനപടിയാൽ ഇപ്പിടിപ്പെട്ട പാപത്തിലിരുന്ന് நமது சபையை, நமது ஜனங்களை விடுவிக்கும்படியாக கரங்களை உயர்த்தி ஸ்தோத்திரம் பண்ணுங்க. நல்ல ஸ்தோத்திரம் பண்ணுங்க. ஆவியில் நிரம்பி இயேசுவின் நாமத்தில் பிசாசை கட்டி ஸ்தோத்திரம் பண்ணுங்க. ആത്മാവിൽ നിറഞ്ഞ യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ബന്ധിച്ച് സ്തോത്രം ചെയ്യുവീൻ. ആമേൻ. അപ്പോ നമ്മുടെ വിഷയം അപ്പോ കൽവാരിയെ ധ്യാനിക്കുമ്പോൾ ഇപ്പിടിപ്പെട്ട പാപത്തിൽ നിന്ന് വിടുതല പെറലാം. കാൽവരി ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാപത്തിൽ നിന്ന് വിടുതൽ, ജയജീവിയം ഉണ്ടാകും, ജയജീവിതം ഉണ്ടാകും, പരിശുദ്ധ ജീവിയം ഉണ്ടാകും, വിശുദ്ധ ജീവിതം ഉണ്ടാകും. ജയജീവിയം, പരിശുദ്ധ ജീവിയം, ഇതെല്ലാം ലേസാന ജീവിയം. ജയജീവിതം, വിശുദ്ധ ജീവിതം ഒക്കെ പിറകു ചിന്തിപ്പോ. 3-ാമത് വസനം 22-ാം സംഗീതം 17-ാം വസനം. 3-ാമത്തെ വാക്യം 22-ാം സംഗീതം. എലുമ്പുകളെ ഞാൻ എണ്ണലാം, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് അടിച്ച് ചാട്ടവാറുകൊണ്ടെല്ലാം പിടുങ്ങി, എന്റെ മാംസമൊക്കെ പറിച്ചെടുത്ത് ചാലുകളെ പോലെ മാറ്റി, ഉഴവുചാല് പോലെ മാറ്റി. എലുമ്പുകളെ ഞാൻ എണ്ണലാം, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. പത്തിങ്ങളാ. ഇനി 4-ാമത് വസനം, 4-ാമത്തെ വാക്യം. മത്തേയു 27, 29, 30. മത്തായിയുടെ സുവിശേഷം 27, 29, 30. മുള്ളുകളാൽ ഒരു മുടിയെ പിന്നി, മുള്ളുകൾ കൊണ്ടൊരു കിരീടമുണ്ടാക്കി, അവർ എൻ ശിരസിന്മേൽ വെച്ച്, എന്റെ ശിരസിന്മേൽ വെച്ച് കോലിനാൽ അടിച്ചാർക്ക്, കോലുകൊണ്ട് അടിച്ചു. இந்த கிரீடம், இந்த முள்முடி என்பது ஒரு செடிதான். ഈ മുൾക്കിരീടം എന്നുള്ളത് ഒരു ചെടിയിൽ ആണ്. പടർന്ന് വളരുന്ന ഒരു ചെടി, പടർന്ന് വളരുന്ന ഒരു ചെടി, നിറയെ മുള്ളുള്ള ചെടി. അതിന് നിറയെ മുള്ളുള്ള ചെടിയാണ്. ഓരോ മുള്ളുക്ക് ഒരു മുള്ളിന് 3 അങ്കുലം 4 അങ്കുലം 5 അങ്കുലം നീളം ഇരിക്കും. 3, 4, 5 ഇഞ്ച് നീളമുണ്ട്. അത് പിടുങ്ങി, അത് പറിച്ച് മുടിയെ പോലെ പിന്നി, അതൊരു കിരീടം പോലെ ചുറ്റി, മുടിയെ പോലെ പിന്നി, അത് മുടി പോലെ ഇങ്ങനെ ശിരസിന്മേൽ വെച്ച്, തലയിൽ വെച്ച് കോലിനാൽ അടിച്ചാർ, കോലുകൊണ്ട് അടിച്ചു. ആ മുള്ളില്, അന്ത മുടിയില് 175 മുള്ളുകൾ ഇരുന്നത്. ആ കിരീടത്തില് 175 മുള്ളുണ്ടായി. 175 മുള്ളുകൾ. 175 മുള്ളുകൾ. നിങ്ങൾ ചരിത്രം പഠിച്ചു പാരുങ്ങൾ, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കുക. ദേവനുക്ക് മഹിമ. അതൊരു ചെടിതാണ്, അതൊരു ചെടിയാണ്, പടർന്നു പോകുന്ന ചെടി. അതിങ്ങനെ പടർന്നു പോകുന്ന ഒരു മൂട്ടിൽ അവിടെ പിടുങ്ങി, അത് ചോട്ടിൽ നിന്ന് പറിച്ച് മുള്ളു പോലെ, അത് മുടി പോലെ പിന്നി, ഒരു മുടി പോലെ കിരീടം പോലെ ചുറ്റി, അത് 175 പെരിയ മുള്ളുകൾ. 175 വലിയ മുള്ളുകൾ. ഒരു മുള്ളെൻപത്, ഒരു മുള്ളെന്നുള്ളത് ഒരു ഇരുമ്പാണിയെ പോലെ ഇരിക്കും. ഇരുമ്പാണി പോലെ ഇരിക്കും, അത് ഉടയ്ക്കാൻ മുടിയാകും, അത് ഒടിക്കാൻ പറ്റില്ല. ആണിയെ പോലെ ഇരിക്കും, ഇരുമ്പാണി പോലെ ഇരിക്കും. അതില് ഒരു പെരിയ തേളിൻ വിഷം ഇരിക്കും. അതിലൊരു വലിയ തേളിന്റെ വിഷമുണ്ട്. കൊടും തേൾ, ഒരു കരിന്തേളിന്റെ വിഷം, അതിന്റെ വിഷം ഇരിക്കും. അതിന്റെ വിഷം. ഒരു മുള്ളു പോലെ ഒരു മനുഷ്യനെ കൊല ചെയ്യ, ഒരു മുള്ളു മതി ഒരു മനുഷ്യൻ മരിക്കാൻ. അപ്പോ യേശുവിന്റെ ശിരസിൽ അടിച്ച വേളയിൽ, അടിച്ച സമയത്ത്
53 മുള്ളുകൾ പാய்ந்தது. 53 മുള്ളുകൾ തറച്ചു കയറി. 53 മുള്ളുകൾ. 53 മുള്ളുകൾ എപ്പടി ഇരിക്കും? എങ്ങനെയായിരിക്കും? ഒരു മുള്ളു പോലും ഒരു മനുഷ്യനെ കൊല ചെയ്യും. ഒരു മുള്ളു മതി ഒരു മനുഷ്യൻ മരിക്കുക. 53 മുള്ളുകൾ. 53 മുള്ളുകൾ. 53 കൊടും കരിം തേൾ ഒരു മനുഷ്യനെ കൊത്തിനാൽ എപ്പടി ഇരിക്കും? 53 കരിന്തേളുകൾ ഒരു മനുഷ്യനെ കൊത്തിയാൽ എങ്ങനെയായിരിക്കും? ദൈവത്തിന് മഹത്വം. അതൊരു പാട്. അതൊരു അത് നാലാമത്തെ വിഷയം. അത് നാലാമത്തെ വിഷയം. നമ്മുടെ മനതിൽ വരുகிறது, சிந்தனையில் வருகிறதான போராட்டத்தில் இருந்து விடுதலை தரும்படியாக യേശു തങ്ങളുടെ ശിരസിന്മേൽ മുള്ളുകളെ മുടിവയ്ക്ക അവർ ഇടം കൊടുത്താർ. നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിൽ നേരിടുന്ന പോരാട്ടങ്ങളിൽ നിന്ന് വിടുതൽ നൽകേണ്ടതിന് യേശു തന്റെ തലയിൽ മുൾമുടി കൊണ്ട്. ഇനി 5ാമത് വസനം. 5ാമത്തെ വാക്ക്. നിറയെ വസനങ്ങളുണ്ട്. ഈ 5 വസനങ്ങൾ ദയവ് ചെയ്ത് പാരാമൽ പഠിച്ച് ധ്യാനം പണ്ണുങ്ങൾ. ഈ 5 വാക്യങ്ങൾ ദയവായിട്ട് കാണാതെ പഠിച്ച് നിങ്ങൾ ധ്യാനിക്കണം. അടുത്ത കടേശിയാക അവസാനമായി യെശയ്യ 52 അധികാരം 14 വസനം. യെശയ്യ 52 അധ്യായത്തിന്റെ 14 വാക്യം. യെശയ്യ 52:14. യെശയ്യാവ് 52:14. അവരെ കണ്ടാൽ ഒരു മനുഷ്യനെ പോലില്ല. തന്നെ കണ്ടാൽ ഒരു മനുഷ്യനെ പോലെ. മലയാളത്തിൽ പഠിക്കുക. മലയാളത്തിൽ വായിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ വിരൂപമായിരിക്കൊണ്ട് അത് പാത്ത ഒരു മനുഷ്യനെ പോലില്ല. തന്നെ കണ്ട ഒരു മനുഷ്യനാണെന്ന് തോന്നുകയില്ല. എങ്കിയാவது பார்த்திருக்கிறீர்கள் அப்படிப்பட்ட சிலுவை? അങ്ങനെയുള്ള ഒരു ക്രൂശ് നിങ്ങൾ എവിടെയെങ്കിലും? அதுதான் ബൈബിളിലെ സിലുവ. അതാണ് ബൈബിളിലെ ക്രൂശ്. യെശയ്യാ ദീർഘദർശി ദർശനமாக കണ്ടാർ. യെശയ്യാ പ്രവാചകൻ അത് ദർശനത്തിൽ കണ്ടു. ദർശനം ഉണ്മേ. ആ ദർശനം സത്യമാണ്. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ദാനിയേൽ சொன்னார். ദാനിയേൽ പറഞ്ഞു, നെബൂഖദ്നേസർ രാജാ നീ കണ്ട സ്വപ്നം ഉണ്മേ. നെബൂഖദ്നേസർ രാജാവ് നീ കണ്ട സ്വപ്നം സത്യം. ഉണ്മേ. ആ ദർശനം സത്യം. ആകയാൽ യെശയ്യാ കണ്ടതാണ് സിലുവൈ ദർശനം ഉണ്മേ. അതുകൊണ്ട് യെശയ്യാ കണ്ടതായ ക്രൂശിന്റെ ദർശനം സത്യം. യേശു അവിധமான നിലമയിൽ കാണപ്പെട്ടാർ. യേശു അപ്രകാരമുള്ള അവസ്ഥയിൽ കണ്ട അനേകർ ഭ്രമിപ്പടൈന്താർ. അവനെ കണ്ട അനേകർ ഭയന്നു പോയി. മനുഷ്യനെ പോലില്ല. മനുഷ്യനെ പോലെ അല്ല. അവനക്ക് രൂപമില്ല. താൻ വിരൂപമായി പോയി. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. അടിച്ചടി കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് മൂക്കെല്ലാം പിടുങ്ങിയിരിക്കും. മൂക്കെല്ലാം പറിച്ചെടുത്തിരിക്കും. ഉദടെല്ലാം പിടുങ്ങിയിരിക്കും. അധരങ്ങളൊക്കെ പറിച്ചെടുത്തിരിക്കും. അവളെല്ലാം പിടുങ്ങിയിരിക്കും. അവളെല്ലാം പിടുങ്ങിയിരിക്കും. വായും പറിച്ചിരിക്കും. യോസിച്ച് പാരുങ്ക. ചിന്തിച്ചു നോക്കുക. അവൻ എപ്പടി അടിച്ചിരുപ്പാൻ? എങ്ങനെയാണ് തന്നെ അടിച്ചത്? സമാധാനത്തോട് അടിച്ചിരുപ്പാൻ. സമാധാനത്തോടെ പതുക്കെയാണോ അടിച്ചത്? കൊസുവെ അടിക്കുന്ന പോലെ അടിച്ചിരുപ്പാൻ. കൊതുകിനെ അടിച്ചതുപോലാണ് അടിച്ചത്. ഒരടിയിൽ ഉന്നെ കൊല ചെയ്യ പോറ. ഒരടി കൊണ്ട് ഞാൻ നിന്നെ കൊല്ലും. ആ ജനങ്ങളെല്ലാം അട്ടഹസിക്கிறாங்க. ജനങ്ങളെല്ലാം ആർത്തട്ടഹസിക്കുന്നു. എല്ലാവരും പാത്തുകൊണ്ടിരിக்கிறாங்க. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അവനെ അടിച്ചാர்கள். തന്നെ അടിച്ചോ? ഏൻ ഇവളും കൊടുമേ? എന്തുകൊണ്ട് ഇത്ര ക്രൂരത? അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ വിഷയം. ഒരു സാധാരണ രക്ഷിപ്പുക്കാക, സാധാരണ രക്ഷയ്ക്ക് വേണ്ടി, വ്യാധിയെ സുഖമാക്കുമ്പടിയാക, രോഗത്തെ സൗഖ്യമാക്കേണ്ടതിനായി ഇവളവും കൊടുമ തേവയാ? ഇത്രയും ക്രൂരത വേണമോ? തേവയില്ല, ആവശ്യമില്ല. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ആകയാൽ യേശു இந்த அளவுக்கு கொடுமையாக പാടുപെട്ട് മരിക്ക കാരണം എന്ന്? യേശു ഇത്രത്തോളം ദാരുണമായി പാടുകൾ അനുഭവിച്ച് മരിക്കുവാൻ കാരണം എന്ത്? ഇത് നാം യാവരും അറിഞ്ഞുകൊള്ള വേണ്ടിയ സത്യം. ഇത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന സത്യമാണ്. ഈ സത്യത്തെ നീ വിളങ്ങിക്കൊണ്ടാൽ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, നിങ്ങൾ പരിശുദ്ധത്തിക്ക് 100% ഒപ്പുകൊടുത്ത് ജീവിപ്പീர்கள். നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി 100% ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കും. സത്യത്തെയും അറിവീர்கள், സത്യം നിങ്ങളെ വിടുതലയാക്കും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. ഇനി 5 പഞ്ചകായങ്ങൾ എന്ന് നാം சொல்கிறோமே. പഞ്ചകായങ്ങളിൽ 5 മുറിവ് നാം പറയുന്നത്. ഇങ്ങേ ഒരു കായം, ഇവിടെ കയ്യിലൊരു മുറിവ്, ഒരു കായം, കയ്യിലൊരു മുറിവ്, 2 കായം, 2 മുറിവ്, കാലിലൊരു കായം, കാലിലൊരു മുറിവ്, വിലാവിലൊരു കായം, വിലാപ്പുറത്തൊരു മുറിവ്, തലയിലൊരു കായം. തലയിലൊരു മുറിവ് ഇല്ല, അതല്ല. இந்த காயங்களை 5ஆக பிரிக்கலாம். ഈ 5 മുറിവുകളെ 5ആയിട്ട് വിഭാഗിക്കാം. முதலாவது காயம், ഒന്നാമത്തെ മുറിവ് ഗെത്സമന തോട്ടത്തിൽ, ഗെത്സമനയിൽ യേശുവെ പിടിച്ച വേളയിൽ, യേശുവിനെ പിടിച്ചപ്പോൾ അവர்கள் கையினால കുത്തിനാர்கள், കൊട്ടിനാர்கள், മുട്ടിനാர்கள் എന്ന് നാം വാസിக்கிறோம். അവരെ കൈകൊണ്ട് മുഷ്ടി ചുരുട്ടി കുത്തിയെന്നും ഇടിച്ചുവെന്നും അടിച്ചുവെന്നും ഒക്കെ നാം വായിക്കുന്നു. യെശയ്യാ 53 അധികാരത്തിനുடைய 53 അധികാരം പഠിங்க. 53 5 വസനം. യെശയ്യാ 53 5 വാക്യം. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും, അടുത്ത് നമ്മുടെ അക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു, കായപ്പെട്ടും ഇരിക്കാർ. അതാ
അതാ ഞാനിപ്പോ ഒരു കുത്തുകുത്തിനാൽ ഞാൻ ഒരു കുത്തുകുത്തിയാൽ വെളിയിൽ ഒന്നും தெரியாது, പുറത്തൊന്നും അറിയില്ല. ஆனா உள்ளுக்குள்ள காயம் இருக்கும், എന്നാൽ അകത്ത് പരിക്കേൽക്കും. அந்த காயத்துக்கு பேர் தான் ஊமக்காயம். ആ മുറിവിന്റെ പേരാണ് ഊമ ആയിട്ടുള്ള മുറിവ്, അല്ല പുറത്തറിയാത്ത മുറിവ്. ஊமக்காயம் പുറത്തറിയാത്ത മുറിവ്. எப்படி போர் சேவகர் அடித்தார்கள், എങ്ങനെയാണ് ആ പടയാളികൾ അടിച്ചത്? തട്ടിനാர்கள் കൊട്ടിനാர்கள் എന്ന് വേദത്തിൽ വാസിக்கிறோம். മുഷ്ടി ചുരുട്ടി കുത്തിയെന്നും ഇടിച്ചുവെന്നും അടിച്ചുവെന്നും. எப்படி കുത്തി இருப்பான், എങ്ങനെയായിരിക്കും അവർ മുഷ്ടി ചുരുട്ടി കുത്തി? போர் சேவன் எப்படி அடிச்சிருப்பான், പടയാളി എങ്ങനെയായിരിക്കും അടിച്ചത്? ഒരു കൊട്ടു കൊട്ടി எப்படி കൊട്ടിயிருப்பான், തലയിൽ ഒരു അടിയടിച്ചത് എങ്ങനെയായിരിക്കും? ഒന്നും കായങ്ങൾ വരാതെ, പുറമെ മുറിവൊന്നുമില്ല, വലിയ കായങ്ങൾ വരക്കൂടാതെ, പുറമെ മുറിവ് വരരുത്. ഇപ്പൊ നമ്മുടെ മധ്യയിൽ ഒരു തിരുടൻ വന്നാൽ, നമ്മുടെ ഇടയിൽ ഒരു കള്ളം വന്നാല് നാം പിടിക്കും, നമ്മൾ പിടിക്കും. ആന നാം പിടിക്കലാം, നമുക്ക് പിടിക്കാം. അടിക്കാൻ അധികാരമില്ല, അടിക്കുവാൻ അധികാരമില്ല. ശരീരത്തിൽ കായം വരക്കൂടാതെ, തന്റെ ശരീരത്തെ പരിക്കേൽക്കും. ഒരു കൊമ്പ് വെച്ച് അവനെ അടിച്ച് കായപ്പെട്ടാൽ, ഒരു വടി കൊണ്ട് തന്നെ അടിച്ച മുറിവേറ്റ പോലീസ് വരും. എപ്പടി ഉനക്ക് കായം വന്നത്, എങ്ങനെയാണ് മുറിവ് വന്നത്? ഇന്നാർ അടിച്ചാങ്ക, ഇന്ന വ്യക്തിയാണ് അടിച്ചത്, ഉന്നെ അറസ്റ്റ് പണിക്കൊണ്ട് പോവാം, നിങ്ങളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതാണ് ഇന്ത്യൻ പ്രമാണം, അതാണ് ഇന്ത്യയുടെ നിയമം. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അതിനാൽ എന്നെ ചെയ്യുവാങ്ക ഒരു മുട്ടുമുട്ടിട്ട് പോയിട്ടേ ഇരുപ്പാങ്ക, നിക്ക മാട്ടാങ്ക, പോയിട്ടേ ഇരുപ്പാങ്ക. അതുകൊണ്ട് ഒരു ഇടി ഇടിച്ചിട്ട് വേഗം സ്ഥലം വിടും. അവിടെ சொல்லக்கூடாது എന്നെ ഇടിച്ചാങ്ക, കാരണം എന്നെ ഇടിച്ച നിയമം പറയരുത്. കായം വരക്കൂടാതെ, പരിക്ക് പുറമെ കാണരുത്. ഊമക്കായം, അതാണ് ആന്തരിക ക്ഷതം. രാത്രി മുഴുവതും, ആ രാത്രി മുഴുവനും ഗത്സമന തോട്ടത്തിലിരുന്ന്, ഗത്സമന തോട്ടത്തിൽ അന്ന് രാത്രി മുഴുവതും, രാത്രി മുഴുവനും യൂദ പോർ സേവകർ, യഹൂദ പടയാളികൾ തട്ടിനാറുകൾ കൊട്ടിനാറുകൾ മുട്ടിനാറുകൾ, യേശുവിനെ അടിച്ചു ഇടിച്ചു. അവന്റെ ശരീരം മുഴുവൻ കായപ്പെട്ടത്, ശരീരം മുഴുവനും പരിക്കേറ്റു, ഉൾക്കായപ്പെട്ടത്, ആന്തരിക ക്ഷതം. അത് എതിർക്കാക, എന്തിനു വേണ്ടി? നമ്മുടെ അക്രമങ്ങൾ നിമിത്തം അവർ കായപ്പെട്ടാൽ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു. ജന്മപാപത്തുക്കാക കായപ്പെട്ടാൽ, നമ്മുടെ ജന്മപാപത്തിന് വേണ്ടി അവൻ മുറിവേറ്റു. കർമ്മപാപത്തുക്കാക വെളിരംഗமான കായപ്പെട്ടാൽ, നമ്മുടെ കർമ്മപാപങ്ങൾക്ക് വേണ്ടി അവൻ ബാഹ്യമായി മുറിവേറ്റു. ദൈവത്തിന് മഹത്വം. നിന്റെ ജന്മപാപത്തുക്കാക, നിന്റെ ജന്മപാപത്തിന് വേണ്ടി കായപ്പെട്ടാൽ യേശു മുറിവേറ്റു. അതുதான் முதலாவது കായം, അതാണ് ഒന്നാമത്തെ മുറിവ്. ഊമക്കായം, അതാണ് ആന്തരികമായ മുറിവ്. ശരീരത്തിലും കായം, മുഴുവൻ ശരീരത്തിലും ആ മുറിവ്. കൊടലുക്കുള്ള കായം, കൊടലിൽ മുറിവ്, മുതുകിൽ കായം, മുതുകിൽ പരിക്ക്, എല്ലാ പകുതിയിലും കായം, മുഴുവൻ ശരീരത്തിന് പരിക്ക്. കായം, അതാണ് ഒന്നാമത്തെ മുറിവ്. 53-ാം അധികാരത്തിനുടെ 2-ാം പകുതി, 53-ാം അധ്യായത്തിന്റെ 53-5-ാം വസനം, 53-5 വീണ്ടും വായിക്കും. അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്. അതിക്രമം എന്ന് ചൊല്ലുന്നത് കർമ്മപാപം. അതിക്രമം എന്ന് പറയുന്നത് കർമ്മപാപം. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, അകൃത്യങ്ങൾ എന്ന് ചൊല്ലുന്നത് ജന്മപാപം. അകൃത്യം എന്ന് പറയുന്നത് ജന്മപാപം. അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു, അവർ കായപ്പെട്ടാർ. തമിഴിൽ പഠിക്കുക, അത് മറ്റും പഠിക്കുക, അത് മറ്റും. நம்முடைய மீறுதல்கள் நிமித்தம் അവർ കായപ്പെട്ടാർ. நம்முடைய அக்கிரமங்கள் நிமித்தம் அவர் நொறுக்கப்பட்டார். അക്രമങ്ങൾ നിമിത്തം നുറുക്കപ്പെട്ടാർ. അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. അതുതാണ് ഊമക്കായം. അതാണ് ആന്തരികമായിട്ടുള്ള മുറിവ്. മുതൽ കായം. അതാണ് ഒന്നാമത്തെ. രണ്ടാമത് കായം, രണ്ടാമത്തെ മുറിവ്. വാറിനാൽ അടിച്ചപ്പോഴുണ്ടാന കായങ്ങൾ. ആ ചാട്ടവാറ് കൊണ്ട് ചമ്മട്ടിയോട് അടിച്ചപ്പോൾ ഉണ്ടായ മുറിവുകൾ. വാറിനാൽ അടിച്ചപ്പോഴുണ്ടാന കായം രണ്ടാമത് കായം. ആ ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോൾ ഉണ്ടായ മുറിവുകൾ രണ്ടാമത് കായം. മൂന്നാമത്തെ മുറിവ്. அந்த ആണികളാൽ ഉണ്ടാന കായം. ആണികളാൽ ഉണ്ടായ മുറിവുകൾ. 13 അങ്കുലം നീളമുള്ള ആണി. 13 ഇഞ്ച് നീളമുള്ള ആണി. തുരുപിടിച്ച ആണി. തുരുമ്പെടുത്ത ആണി. ഒരു മനുഷ്യൻ തൊങ്കക്കൂടിയ അളവുക്ക് നല്ല ഘനമുള്ള ആണി. ഒരു മനുഷ്യനെ തൂക്കിടക്കുവാൻ തക്കോണം വണ്ണമുള്ള ഒരു ആണി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അത് തുരുപിടിച്ച ആണി. അത് തുരുമ്പെടുത്തതാണ്. 13 അങ്കുലം നീളം. 13 ഇഞ്ച് നീളമുണ്ട്. അവരെ അടിച്ച പിற்பாடு മടക്കി വെപ്പാങ്ക. അതിനെ അടിച്ചിട്ട് അത് മടക്കി വെക്കും. അതുതാണ് മൂന്നാമത് കായം. അതാണ് മൂന്നാമത്തെ മുറിവ്. തുരുപിടിച്ച ആണികളാൽ ഉണ്ടാന കായങ്ങൾ. തുരുമ്പെടുത്ത ആണികളാൽ ഉണ്ടായ മുറിവ്. ഇനി നാലാമത് കായം. നാലാമത്തെ മുറിവ്. മുള്ളുകളാൽ ഉണ്ടാന തലയിലെ കായങ്ങൾ. മുള്ളുകളാൽ തലയിലുണ്ടായ മുറിവ്. നാലാമത്തെ മുറിവ്. അഞ്ചാമത് കായം. അഞ്ചാമത്തെ മുറിവ്. വിലാവിൽ കുത്തിന കായം. വിലാപ്പുറത്ത് കുത്തിയ മുറിവ്. കായം. ഇതാ ഒന്നാമത്തെ. യേശുവിന്റെ കായം ഒന്ന് ഇങ്ങ ഒന്നെങ്കിൽ ഇങ്ങ ഒന്ന് കായമില്ലേ എന്റെ അർത്ഥമല്ലേ. അപ്പൊ യേശുവിന്റെ മുറിവ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ശരീരവും കായം. ശരീരം മുഴുവനും മുറിവാണ്. പാർത്താൽ ഒരാളല്ലേ, തന്നെ കണ്ട ഒരാളല്ലെന്ന് തോന്നാം. അവനക്ക് ഒരു രൂപമില്ല. തനിക്കൊരു രൂപമല്ല, വിരൂപമാണ്. അന്ധകേടടൈന്തപടിയിനാൽ അത്രത്തോളം വിരൂപമായി അവരെ കണ്ട അനേകർ
ഭ്രമിപ്പടൈന്താർ. അനേകർ അവനെ കണ്ട് ഭ്രമിച്ചുപോയി. യേശുവിനാലെ സൗഖ്യം പെറ്റതാണ് ബെർത്തുലോമായി. യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച ബെർത്തുലോമായി. അവൻ കുരുടനായി ഇരുന്താൻ. താൻ കുരുടനായിരുന്നു. പാർവയറ്റവനാக இருந்தான். കാഴ്ചയില്ലാത്തവനായിരുന്നു. ഒരു വേള അങ്ങ് വന്നിരുപ്പാൻ. അവൻ ഒരുപക്ഷെ അവിടെ വന്നിരിക്കാം. അവൻ ഇത് കേൾവിപ്പെട്ട് ഇത് കേട്ടിട്ട് അയ്യോ എന്റെ യേശുവേ കൊല ചെയ്തിട്ടാங்களா, അയ്യോ എന്റെ യേശുവിനെ കൊന്നുകളഞ്ഞു, അയ്യോ നന്മ ചെയ്ത യേശു, അയ്യോ നന്മ ചെയ്ത യേശു, കണ്ണുക്ക് പാർവ തന്ന യേശു, എന്റെ കണ്ണിന് കാഴ്ച തന്ന യേശു, കുഷ്ഠരോഗി വന്നിരിക്കലാം. കുഷ്ഠരോഗി വന്നിരിക്കാം. അനേകർ വന്നാர்கள். അനേകർ വന്നോ യേശുവെ പാർത്താர்கள். യേശുവിനെ കണ്ടു. ഓ ഇവർ യാർ, അയ്യോ ഇവൻ ആരാണ്, ഇവൻ ആര്, എന്നോട് യേശുദാനാ, എന്റെ യേശുവാണോ, തിരികരുതില്ലയേ, അത് മനസ്സിലാകുന്നില്ല. രൂപം മാറിവിട്ടത്, രൂപം മാറിപ്പോയല്ലോ. അഴുതാர்கள். അവർ കരഞ്ഞോ. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അപ്പുറം അവരെ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ, സിലുവയെ തൂക്കിക്കൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പോൾ യെരുശലേം കുമാരത്തികൾ, യെരുശലേം പുത്രിമാർ യേശുവിന്റെ പിന്നാലെ വന്ന്, യേശുവിന്റെ പിന്നാലെ വന്നു പോനാர்கள். യേശു തള്ളാടി തള്ളാടി പോകുகிறார்கள். യേശു ആടി ആടി പോകുകയാണ്. യേശുവിന്റെ കാൽപാദത്തിലെ സത ഇല്ല, യേശുവിന്റെ കാൽപാദത്തിലെ മാംസമില്ല. അടിച്ച് പാദത്തിലെ സതയെല്ലാം പിടുങ്ങിയാச்சு. അടിച്ചടിച്ച് കാൽപാദത്തിലെ മാംസമെല്ലാം പറിച്ചു. ചെരുപ്പില്ല, തനിക്ക് ചെരുപ്പില്ല. നല്ല കല്ലുകളുള്ള റോഡിലൂടെ നടത്തിനാர்கள். കല്ലുകളുള്ള റോഡുകൾ കൂടെ തന്നെ നടത്തി. യേശുവിന് നടക്ക മുടിகிறதில்லை, യേശുവിന് നടക്കുവാൻ കഴിയുന്നില്ല. യെരുശലേം കുമാരത്തികൾ വന്നാர்கள். യെരുശലേം പുത്രിമാർ വന്നു, അഴുതുകൊണ്ടേ പോനാர்கள், കരഞ്ഞുകൊണ്ട് വന്നു. യേശു തിരുമ്പി പാർത്ത്, യേശു തിരിഞ്ഞു നോക്കി, യെരുശലേം കുമാരത്തികളെ, യെരുശലേം പുത്രിമാരെ, എനിക്കാக അഴ വേണ്ട, എനിക്ക് വേണ്ടി കരയേണ്ട, ഉങ്ങൾക്കാகவும் നിങ്ങൾക്ക് വേണ്ടി, ഉങ്ങൾ